എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. എന്തുകൊണ്ട് ദുഃഖങ്ങൾ വരുന്നു, സുഖങ്ങൾ വരുന്നു? ഈ സുഖദുഃഖങ്ങളാകുന്ന ഈ ദ്വൈതങ്ങള്, ഈ ദ്വന്ദ്വങ്ങള് എന്റെ ശരീരത്തെയും മനസ്സിനെയും എന്തുകൊണ്ട് നിയന്ത്രിക്കണു? ഇതിനെ എനിക്ക് അതിക്രമിക്കാൻ വഴിയില്ലേ? സുഖത്തിൽ അതിസുഖമായിട്ട് സന്തോഷിക്കാതെയും ദുഃഖത്തിൽ താണു പോകാതെയും ഒരു പൊങ്ങുതടി പോലെ ഈ ഒരു സമുദ്രത്തില്, ജീവിതമാകുന്ന സമുദ്രത്തിൽ എനിക്ക് എങ്ങനെ അപ്പുറത്തെത്താൻ പറ്റും? ജനിച്ചത് മുതൽ മരിക്കുന്നിടം വരെയുള്ള എൻ്റെ ഈ ഒരു സ്ഥിതി, എൻ്റെ ഒരു എന്താ പറയാ ജീവിതം, അതെങ്ങനെ ഞാൻ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണം? ഇതെല്ലാം ഉള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് നമ്മൾ ലളിതാ സഹസ്രനാമം, ആ ഒരു ശക്തിയെ കുറിച്ച് അറിയാനായിട്ട് നമ്മൾ ഒരുമിച്ച് പുറപ്പെട്ടിരിക്കുന്നത്. ആ ഒരു മറുകര എത്തുന്നിടം വരെ നമ്മൾ ഒന്നിലും താണു പോകരുത്. കാരണം ഇതിന്റെ ആ ഒരു അവസാനത്തിലാണ് നമ്മൾ നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. ഈ പുറത്തല്ല ഭഗവാൻ, ഈ ഗോൾഡൻ ശക്തി നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ പാളികളെ മാറ്റി നോക്കണം. ഈ പഞ്ചകോശങ്ങളെ, പഞ്ചബ്രഹ്മത്തിൽ ആസനസ്ഥയായിരിക്കണം അമ്മ എവിടെയാണെന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് പിന്നെ എന്നും ജീവിതം പ്രകാശപൂർണം മാത്രമായിരിക്കും. ഏത് ഇരുട്ട് വന്ന് മറച്ചോട്ടെ, ഏത് കൊടുങ്കാറ്റ് വരട്ടെ, സുനാമി വരട്ടെ, എനിക്കൊരു കൈത്തിരി ഉണ്ട്, എനിക്ക് കൈപിടിച്ച് നടക്കാൻ ഒരാളുണ്ട് എന്നുള്ള ഓരോ ദിവസവും നമ്മൾ അതിലേക്ക് നടക്കുക ചെയ്യുന്നത്. അതാണ് ഒരു ഉപാസകന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കായിരിക്കണം നമ്മുടെ യാത്ര. എന്താ കാരണം? അവിടെ ഇനി ഭാവിയിലോട്ട് വരുമ്പോൾ ഒരു ഡൗട്ട് വരരുത്. കാരണം ഈ നാമങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ നാമത്തിലും അനേകായിരം വ്യാഖ്യാനങ്ങളും അർത്ഥങ്ങളും ഒളിച്ചിരിപ്പുണ്ട്. അപ്പൊ അതിലോട്ട് നമ്മൾ പോകുമ്പോൾ അപ്പൊ വീണ്ടും വീണ്ടും വിശദമായിട്ട് പലരുടെ വ്യാഖ്യാനങ്ങൾ പഠിച്ച് ഓരോ നാമത്തിലും പലരുടെയും പല വഴികളിലൂടെ ആ നാമത്തെ അറിഞ്ഞായിരിക്കും നമ്മൾ മുമ്പോട്ട് പോകുന്നത്. വളരെ പതുക്കെ, ഉപാസകരായതുകൊണ്ട് ഓടിക്കേറി 1000 നാമങ്ങൾ പഠിച്ചിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് വളരെ സ്ലോ ആയിട്ട് പോകും. ഇപ്പൊ ഞാൻ ഇന്ന് മുതൽ ഈ ഒരു ലളിതാ സഹസ്രനാമം, ഭാസ്കരരായരുടെ സൗഭാഗ്യ ഭാസ്കരത്തെ അടിസ്ഥാനപ്പെടുത്തി ലളിതാ സഹസ്രനാമത്തിന്റെ 3 ഡയമെൻഷണൽ വ്യൂ എന്ന് പറയും. 3 തലത്തിലാണ് ലളിതാ സഹസ്രനാമത്തെ നമ്മൾ കാണേണ്ടത്. അപ്പൊ ഈ ലളിതാ സഹസ്രനാമത്തിന്റെ 3 തലങ്ങള് കാണണം. ശരീരം, സ്ഥൂലം, സൂക്ഷ്മം, ജനറൽ ആയിട്ടുള്ള ലളിതാ സഹസ്രനാമത്തിന്റെ ലക്ഷ്യം. ഇതെല്ലാം തന്നെ ഈ ഒരു ലളിതാ പരമേശ്വരിയെ പല രീതിയിൽ അറിയാൻ നമ്മളെ സഹായിക്കും. കാരണം ഇത് ഒരു ഭാഗം എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിലെല്ലാം അമ്മയാണ്. ഈ അമ്മയെ അറിയാനായിട്ട് ഏതൊക്കെ വഴികളിലൂടെയാണ് നമുക്ക് പോകേണ്ടതെന്ന് വെച്ചാൽ എല്ലാ വഴികളിലും അമ്മയെ എത്തുന്നത്. അമ്മയല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. ആകാശം പതിതം തോയം സാഗരം പ്രതി ഗച്ഛതി, അല്ലെ? എവിടെയാണ് മഴ പെയ്യുന്നത്? എവിടെയോ പെയ്യട്ടെ, കുറ്റിക്കാട്ടിലാവട്ടെ, കൊടുങ്കാട്ടിലാവട്ടെ, തീരപ്രദേശത്ത്. പക്ഷെ ഈ വരുന്ന വെള്ളമെല്ലാം എവിടേക്കാ പോകുന്നത്? സാഗരത്തിൽ തന്നെയാണ് ലയിക്കുന്നത്. അതുപോലെ സർവ്വദേവ നമസ്കാരം. നമ്മൾ ഏത് ദേവതയെ ഉപാസിച്ചാലും ആ നമസ്കാരങ്ങള്, ആരാധന എവിടെയാണ് എത്തിച്ചേരുന്നത്? നമ്മുടെ ഉപാസ്യ ദേവതയായിരിക്കുന്ന, പരബ്രഹ്മ സ്വരൂപിണിയായിരിക്കുന്ന, പഞ്ചപ്രേതാസനാസീനയായിരിക്കുന്ന, ഈ ജഗത് കാരണമായിരിക്കുന്ന, കാര്യമായിരിക്കുന്ന സാക്ഷാൽ രാജരാജേശ്വരിയുടെ പാദപത്മങ്ങളിൽ തന്നെയാണ് ചെന്നെത്തുന്നത്. അത് മനസ്സിലാക്കാനാണ് വിവിധങ്ങളായിട്ടുള്ള എന്ത് കർമ്മങ്ങൾ ചെയ്താലും എവിടെയാണ് ഈശ്വരനിലോട്ട് എത്താൻ ഒരു പാദം എടുത്തു വയ്ക്കുന്നത്, ആ പാദം എത്തിച്ചേരുന്നത് ഈ പാദങ്ങളിലാണ് എന്നുള്ള തിരിച്ചറിവ് വരണം. അപ്പോ ഭാസ്കരരായർ പറയുന്നു, ഈ ലളിതാ ത്രിപുര സുന്ദരി എന്തുകൊണ്ടാണ് ഞാൻ സ്വീകരിക്കാൻ കാരണം? ഞാൻ ലളിതാ സഹസ്രനാമത്തിലെ കുറച്ച് നാമങ്ങൾ എടുത്തിട്ട് അദ്ദേഹം പറയണു, ഈ ദേവിക്ക് സാധാരണ ദേവി അല്ല. എനിക്ക് ചില കാര്യങ്ങള് ഈ അമ്മയെ കുറിച്ച് എനിക്ക് പ്രത്യേകത തോന്നും. ഭാസ്കരരായർ നമുക്കറിയാം, ദേവിയെ പ്രത്യക്ഷമായിട്ട് ഇതിന്റെ തുടക്കത്തിൽ നമ്മൾ ഒരുപാട് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു ഗ്രാമം തന്നെയുണ്ട്. ദേവിയെ പ്രത്യക്ഷമായിട്ട് കാഞ്ചീപുരത്ത് കാമാക്ഷി സ്വരൂപത്തിൽ കണ്ട ആളാണ്. ശിവം ശിവം ശക്തി സഹിതം ശക്തിവിഹീനം ശവം ശവം എന്ന് വരെ എഴുതിയ ആളാ. ശിവം ശിവം ശക്തി സഹിതം, ശക്തി സഹിതമാണെങ്കിലേ ശിവമാവുള്ളൂ, മംഗളകരമാവുള്ളൂ. ശക്തി വിഹീനം, അത് ശവമാണ് എന്ന് ഒരു വളരെ ധൈര്യത്തോടു കൂടി പറഞ്ഞ ആളാണ് അദ്ദേഹം. അപ്പൊ ഈംകാരമാണ് ശക്തി. ആ ഒരു ഷായില് വള്ളി ഇടുമ്പം ദേവി ശക്തിയായി, ശിവൻ ശക്തിയായിട്ട് മാറുകയാണ്. അപ്പൊ ഈ സഹസ്രനാമത്തിലെ ലളിതാ പരമേശ്വരി, എന്താണ് ഈ ലളിതാ പരമേശ്വരിയെ സ്വീകരിക്കാൻ കാരണം? ഈ ചില നാമങ്ങളിലൂടെ ആദ്യത്തെ കുറച്ച് പ്രധാനപ്പെട്ട ആ ദേവിയുടെ അഡ്രസ് എന്താ? ആരാണ് ഈ അമ്മ? എങ്ങനെയാണ് ഈ അമ്മയുടെ അടുത്ത് പോകുന്നത്? അമ്മയുടെ അഡ്രസ് എന്താ? അമ്മ എവിടെ താമസിക്കുന്നു? അമ്മ എങ്ങനെ പരിചയപ്പെടും? എന്തിനാണ് പരിചയപ്പെടുന്നത്? എന്തിന്? നമുക്ക് കുറെ ചോദ്യങ്ങളുണ്ട്.
നമ്മൾ പരിചയമില്ലാത്ത ഒരു വ്യക്തി ഫ്ലൈറ്റിലോ ട്രെയിനിലോ ബസ്സിലോ ഒക്കെ കയറുമ്പോൾ ആദ്യം കുറച്ചു നേരം നമ്മൾ സന്തോഷത്തോടെ നോക്കും, പിന്നെ ചിരിക്കും, പിന്നെ എന്താ ചോദിക്കുന്നത്, എവിടെ പോണു അല്ലെ? ആദ്യത്തെ ചോദ്യം എവിടെ? അപ്പൊ ഉടനെ ഇന്ന സ്ഥലം, എവിടെയാണ് പോണത്? അപ്പൊ ചോദിക്കും ആരാണ് അവിടെ ഉള്ളത്, എന്തിനാണ് പോകുന്നത്, പിന്നെ ചോദിക്കും നിങ്ങൾ ആരാണ്. ഇങ്ങനത്തെയൊക്കെയാണ് നമ്മൾ സാധാരണഗതി ഒരു പരിചയമില്ലാത്തവരോടാ ചോദിക്കുന്നത്. ആര്, എവിടെ, എന്തിന്, എങ്ങനെ, എന്തിനായിട്ട്, നമുക്കിങ്ങനെ പല പല ചോദ്യം. അതുപോലെ നമ്മൾ ഓരോരുത്തരും ആരെയെ കാണാൻ പോവുക, ഇത് ആരെ കാണണം നമുക്ക്, എന്താണ് ആ ഒരു ആളിനുള്ള വ്യത്യാസം, എന്തുകൊണ്ട് ഇത്രയോ ദേവതമാരുണ്ട്, ഈ അമ്മയെ സ്വീകരിക്കേണ്ട കാര്യം എന്താ? അവിടെ ഈ അമ്മയ്ക്ക് എന്താ ഒരു പ്രത്യേകത? അമ്മയ്ക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിലല്ലേ അമ്മയെ കാണാൻ പോകേണ്ട കാര്യമുള്ളൂ. ഈ അമ്മ നമുക്ക് ചോദിക്കുന്ന എല്ലാം തരുമോ? ഇങ്ങനെയുള്ള അജ്ഞാതമായിട്ടൊരു തലത്തിരിക്കുന്ന നമ്മളെ കണ്ടിട്ടില്ലാത്ത ഒരു എൻറ്റിറ്റിയാണ് ലളിതാ ത്രിപുര സുന്ദരി. പ്രത്യേകിച്ച് കാശ്മീർ ശൈവിസം പോലെയുള്ള എന്താ പറയുക, കാശ്മീർ ഭാഗത്താണ് നമ്മൾ അതിനെ ഒരു ത്രികാ സിദ്ധാന്തം എന്ന് തന്നെ പറയും. കാശ്മീർ ശൈവിസം എന്ന് പറഞ്ഞ ആ ഭാരതത്തിലെ ഏറ്റവും വലിയ ശിവദർശനത്തിലാണ് ശക്തിയെ കുറിച്ച് ആദ്യമായിട്ട് തന്നെ പറയുന്നത്. അപ്പൊ അവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം. പക്ഷെ ഇന്ന് നമ്മുടെ കേരളത്തിലും ഈ സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യൻ ഭാഗത്ത് ദേവിയെ ദശമഹാവിദ്യകളായിട്ട് നമ്മൾ കാണാറുണ്ട്. സൗത്ത് ഇന്ത്യയിൽ നമ്മൾ ദേവിയെ കാളിയായിട്ടും ലക്ഷ്മിയായിട്ടും സരസ്വതിയായിട്ടും പൂജിക്കാറുണ്ട്. പക്ഷെ ഈ ലളിതാ സഹസ്രനാമം വന്നതിൽ പിന്നെയാണ് ഇങ്ങനെ ഒരു ലളിതാ മഹാത്രിപുര സുന്ദരി ഉണ്ടെന്നും പലർക്കും ഇന്നും ഈ ലളിതാ സഹസ്രനാമം ജപിക്കുന്ന, വർഷങ്ങളായിട്ട് ജപിക്കുന്ന എത്രയോ പേർക്ക് 99.99% ആൾക്കാർക്കും ലളിതാ ത്രിപുര സുന്ദരി അറിയില്ല. കാരണം ഇതിന്റെ അടിസ്ഥാന ദേവതയാണ് അമ്മ, ശ്രീചക്രമാണ് ഇതിന്റെ യന്ത്രം, ഇതൊന്നും അറിയില്ല. ചുമ്മാ എന്തൊക്കെയോ സൗഭാഗ്യങ്ങൾ കിട്ടാൻ വേണ്ടി അറിഞ്ഞുകൂടാത്ത വാക്കുകളെ എടുത്തു വെച്ചിട്ട് അത് ജപിച്ചുകൊണ്ട് പോവുകയാണ്. ഒന്നും കുറ്റമല്ല, അമ്മയും മക്കൾക്ക് എപ്പോഴും വേണമെങ്കിലും ജപിക്കാം. പക്ഷെ ജപിക്കുന്നതിന് ഏത് കാര്യത്തിനും നമ്മളിപ്പോ ഒരു സഹസ്രനാമം ആരെ ഉപാസിക്കുന്നതിനും അതിന് വ്യക്തമായിട്ടുള്ള ചില വഴികള്, നിയന്ത്രണങ്ങള് എങ്ങനെ പോകണം. പക്ഷെ നമുക്ക് എന്തിനാ ട്രാഫിക് സിഗ്നൽസ് വെക്കുന്നത്? നമുക്ക് അപകടം പറ്റാതിരിക്കാൻ അല്ലെ? അപകടം പറ്റാതിരിക്കാൻ, നിങ്ങൾ ഓവർലാപ്പ് ചെയ്യാതിരിക്കാന്, വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിക്കാതിരിക്കാന്, കാൽനടക്കാരന്റെ ശ്രദ്ധയ്ക്ക്, അതുപോലെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം നമ്മുടെ ശാസ്ത്രങ്ങള് പല നിയമങ്ങളും വെച്ചിരിക്കുന്നത്. പ്രപഞ്ചം പോലെ തന്നെയാണ്. ഈ ലളിതാ സഹസ്രനാമത്തിന് എന്തുകൊണ്ട് ചില ലിമിറ്റേഷൻസ് വെച്ചു? അതിന് പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ അത് പഠിക്കാതെ കാലക്രമേണ കലിയുഗത്തിൽ നമ്മളെല്ലാം കച്ചവട ചരക്കാക്കി മാറ്റുമ്പോൾ അതിനെക്കുറിച്ചൊന്നും നമുക്ക് തിരിച്ചറിയാനോ, നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് എളുപ്പത്തിൽ കിട്ടുക, അതാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പൊ അങ്ങനെ ലളിതാ സഹസ്രനാമം ക്ഷേത്രത്തിൽ വിളക്ക് പൂജയ്ക്കുള്ള ഒരു നാമമായിട്ട് മാറി. അകത്ത് വെച്ച് പൂജിക്കേണ്ട വിഗ്രഹത്തെ വെളിയിലെടുത്ത് പൂജിക്കാൻ പറ്റില്ല. അങ്ങനെ എന്താ പറയാ, എല്ലാം അങ്ങനെ തന്നെയാണല്ലോ. പക്ഷെ നമ്മൾ അതിലൊന്നും കുറിച്ച് വിചാരിച്ചിട്ട് കാര്യമില്ല. എന്തായാലും ഈ ദേവിക്ക് എന്തൊക്കെയാണ് പ്രത്യേകത ആദ്യം നമ്മൾ അറിയണം. ഒരാളെ വരിക്കുമ്പോൾ ദേവിക്ക് കുറച്ച് പ്രത്യേകതകൾ ഉണ്ടല്ലോ. അപ്പം ആദ്യം തന്നെ ഈ ദേവിക്ക് ഒരു പ്രത്യേകത, 5-6 പ്രത്യേകത എടുത്തിട്ടാണ് അദ്ദേഹം ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നത്. അദ്ദേഹം ഞാൻ എന്തുകൊണ്ട് ഈ അമ്മയെ കാണണം, ഈ അമ്മ ആരാണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ആദ്യം എന്നെ ഇഷ്ടപ്പെട്ടത്, ഞാൻ പറയുന്നതല്ലേ, ഭാസ്കരരായർ പറയാണ്, അദ്ദേഹത്തിന്റെ ഒരു പ്രകരണ ഗ്രന്ഥം പോലെ ലളിതാ സഹസ്രനാമത്തിന്റെ മുന്നോടിയായിട്ട്, അത് സെപ്പറേറ്റ് ഒരു ബുക്കാണ്, വളരെ രസമാണ് വായിക്കാനായിട്ട്, സംസ്കൃതത്തിന്റെ ട്രാൻസ്ലേഷൻ ആണ്. അപ്പൊ അദ്ദേഹം പറയണു, എന്റെ അമ്മ, ഞാൻ ഉദ്ദേശിക്കുന്ന അമ്മ എവിടെയാണ് ഇരിക്കണമെന്ന് ചോദിച്ചപ്പോ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. അമ്മ ചിന്താമണി ഗൃഹാന്തസ്ഥ. അപ്പൊ അമ്മ ചിന്താമണി എന്ന് പറയുന്ന ഗൃഹത്തില് അന്തസ്ഥയായിട്ടിരിക്കുന്നവളാണ് എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു, അദ്ദേഹം പറയുന്നു എന്താണ് ഈ ചിന്താമണി ഗൃഹാന്തസ്ഥ എന്ന് പറയുന്നത്? അമ്മയുടെ അഡ്രസ്സ് തന്നെ, അമ്മ ചിന്താമണി ഗൃഹത്തിലിരിക്കണം, അകത്ത് നിഷ്ഠയായിട്ടിരിക്കുന്നവൾ, ഗൃഹാന്തസ്ഥ. ഭാസ്കരരായർ എന്ന് പറഞ്ഞാല് അദ്ദേഹം നേരിട്ട് ദേവിയുടെ 64 കോടി യോഗിനികളെ കണ്ട ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു എന്ന് പറയുമ്പോൾ ഒരു സാമാന്യ വ്യക്തിയല്ല അദ്ദേഹം. വളരെ വളരെ ആഴത്തിൽ ദേവിയെ പഠിച്ച് മനസ്സിലാക്കിയ ആളാണ്. അപ്പൊ ഒരു വാക്കെടുക്കുമ്പോൾ തന്നെ അദ്ദേഹം ആ ഗൃഹാന്തസ്ഥ ആ ഒരു വാക്കിൽ തന്നെ, അപ്പൊ അദ്ദേഹം പറയാണ്, ചിന്താമണി ഗൃഹത്തിനുള്ളിൽ അന്തസ്ഥയായിട്ടിരിക്കുന്നവൾ, അകത്ത് നിഷ്ഠയായിട്ടിരിക്കുന്നവൾ എന്നർത്ഥം. അപ്പൊ ചിന്താമണി എന്താണ്? ആഗ്രഹിച്ചാൽ തന്നെ നടക്കുന്നത് ചിന്താമണി രത്നം. ചിന്താമണി രത്നം ധരിച്ചാല് വിചാരിച്ചതെല്ലാം നടക്കും എന്നത് സത്യം. അപ്പൊ പവിത്രമായിട്ട് അതിനെ ചിന്തിച്ചാൽ പോലും എന്തും നടത്തിത്തരുന്ന ഒരു രത്നം. ആ രത്നം കൊണ്ട് ഒരു രത്നം ഈ പ്രപഞ്ചത്തിലെ എന്ത് വേണോ നടത്തിത്തരും.
അപ്പൊ ഒരു രത്നം മതി നമുക്ക്. നമ്മൾ ചിലത് പറയും സ്വർണ്ണ പ്രതിമ, സ്വർണത്തെ തൊട്ട് നമ്മൾ എന്താഗ്രഹിച്ചാലും നമ്മള് സ്വർണമായിട്ട് തീരും. തൊടുന്ന ആളും തൊടുന്ന വസ്തുക്കളും അല്ല. അതുപോലെ ഒരു ചിന്താമണി രത്നം, ആ ചിന്താമണി രത്നം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ പറ്റും എന്നറിഞ്ഞു. പക്ഷെ ഈ അമ്മ താമസിക്കുന്ന സ്ഥലം ചിന്താമണി രത്നം കൊണ്ട് അനേക ചിന്താമണി രത്നങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗൃഹത്തില്, അനേക ചിന്താമണി രത്നം ഉണ്ടാക്കിയ ഒരു ഗൃഹത്തിനകത്താണ് ദേവി വസിക്കുന്നത്. അപ്പൊ എന്താണ് ഈ അനേക ചിന്താമണി രത്നം? ചിന്തകളാകുന്ന മണികൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന മനസ്സാകുന്ന ഗൃഹത്തിനുള്ളിൽ വസിക്കുന്നവൾ. അപ്പൊ അദ്ദേഹം പറയണു, എനിക്ക് അമ്മയെ കാണണം എന്ന് ഞാൻ വിചാരിച്ചാല് എനിക്ക് ചിലപ്പോ എൻ്റെ കയ്യോ കാലോ ഒക്കെ തളർന്നു കിടക്കാം, എനിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് അമ്മയെ എവിടെ ഇരുന്നാലും കാണാൻ പറ്റണം. എൻ്റെ അവസാനത്തെ ശ്വാസം വരെ ഞാൻ ആരെയാണോ വരിക്കുന്നത് എൻ്റെ ഇഷ്ട ദേവതയായിട്ട്, ആ ദേവതയെ നടന്നോ കിടന്നോ പറന്നോ ഒക്കെ എനിക്ക് പോകാൻ പറ്റും. പക്ഷെ ഒരു തലത്തിൽ എനിക്ക് നടക്കാൻ പറ്റിയില്ല, ഞാൻ രോഗഗ്രസ്തനായിട്ട് ചിലപ്പോൾ കിടക്കുകയായിരിക്കും. അപ്പോഴും എനിക്ക് ഞാൻ ഭരിക്കുന്ന എൻ്റെ ആത്മസ്വരൂപത്തെ എനിക്ക് കാണണം. അതുകൊണ്ട് എനിക്ക് അമ്മയെ ഇഷ്ടപ്പെട്ടു. കാരണം എന്താ? അമ്മ ഇരിക്കുന്നത് എൻ്റെ, അതായത് സച്ചിന്തകളാകുന്ന മണികൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന മനസ്സാകുന്ന ഗൃഹത്തിനുള്ളിൽ വസിക്കുന്നവളാണ് ദേവി. അപ്പൊ എങ്ങനെ കിട്ടും ഈ അമ്മയെ? ഭക്തി, ഉപാസന, ശ്രദ്ധ, ഇത് മൂന്നും കൊണ്ട് മാത്രം അറിയേണ്ടുന്ന ദേവി. അപ്പൊ ഈ ദേവിയാണ് ഈ ചിന്താമണി ഗൃഹത്തിനകത്ത് ഇരിക്കുന്നത്. അപ്പൊ ഈ 16 നഗരങ്ങള് നമ്മൾ കണ്ടു, ദേവിക്ക് 16 നഗരങ്ങൾ ഉണ്ടെന്നൊക്കെ, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളാണെന്ന് കാണാം. അപ്പൊ ഇതിനുള്ളിലെ തത്വങ്ങൾ അറിഞ്ഞു ചെല്ലുമ്പോൾ കാണുന്നത് ആരെയാണ്? ഓരോരോ 36 തത്വങ്ങളിലൂടെ അമ്മയെ അറിഞ്ഞ് നമ്മൾ അതിനകത്തേക്ക് ചെല്ലുമ്പോൾ ചിദ്രൂപിണിയായിരിക്കുന്ന ഭഗവതി നമ്മുടെ കൺമുമ്പില് എത്തുന്നു. ഇതിനെയാണ് നമ്മൾ യോഗമാർഗം എന്ന് പറയുന്നത്. ഈ അമ്മയെ അറിയണമെങ്കിൽ നമ്മൾ സാധാരണ ബാഹ്യമായിട്ട് പോയാൽ പറ്റില്ല. എവിടെ പോണം? നമ്മുടെ ശുദ്ധമായിരിക്കുന്ന സച്ചിന്തകളായിരിക്കുന്ന ആ മനസ്സിനകത്തിരിക്കുന്ന അമ്മയെ കാണണമെങ്കിൽ 16 നഗരങ്ങൾ കടന്നു പോണം. പിന്നെ 36 തത്വങ്ങളെ അറിയണം. ആ 36 തത്വങ്ങളിലൂടെ ചെല്ലുമ്പോൾ അവിടെ കാണുന്ന ആരാണ്? ചിദ്രൂപിണിയായിരിക്കുന്ന അമ്മ എവിടെ ഇരിക്കുന്നു? പഞ്ചബ്രഹ്മാസന സ്ഥിത. ഇങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ എടുത്തിട്ടാണ് അദ്ദേഹം ഇത് എഴുതിയിരിക്കുന്നത്. പഞ്ചബ്രഹ്മങ്ങളുടെ പുറത്ത് നമ്മൾ ഇതുവരെ ഇങ്ങനെ ഒരു ദേവി, എല്ലാ ദേവിമാരും എവിടെ ഇരിക്കുന്നു? സിംഹവാഹിനിയാണ്, താമരയിൽ ഇരിക്കുന്നുണ്ട്. ഈവൻ എന്താ പറയാ, മൂങ്ങയുടെ പുറത്ത് സഞ്ചരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്, ഹംസത്തിന്റെ പുറത്ത്, അങ്ങനെ പലതിലും ഇരിക്കുന്ന ദേവിമാരെ കാണാറുണ്ട്. പക്ഷെ ഈ ദേവിക്ക് എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാല് അമ്മ പഞ്ചബ്രഹ്മാസന സ്ഥിത. എന്താണ് ഈ സിംഹാസനത്തിന്റെ പ്രത്യേകത? അമ്മ സാധാരണ വ്യക്തിയല്ല. ഒന്ന്, ചിന്താമണി ഗൃഹം, ഒരു മണിയല്ല അനേകായിരം മണികൾ കൊണ്ട് നിർമ്മിച്ച ചിന്താമണി. ആ ഗൃഹത്തിനകത്ത് പഞ്ചബ്രഹ്മങ്ങളുടെ പുറത്ത് ഇരിക്കുന്ന ദേവി. ഈ സിംഹാസനത്തിന്റെ പ്രത്യേകത പഞ്ചബ്രഹ്മത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാല് ആ 5 ബ്രഹ്മങ്ങളെ തന്നെ ഇരിപ്പിടമാക്കിയവൾ. അപ്പൊ 5 ബ്രഹ്മങ്ങൾ ആരൊക്കെയാണ്? ബ്രഹ്മാവ്, ദ സുപ്രീം പവർ അല്ലെ, പീഠത്തിന്റെ ഒരു കാല്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ, സദാശിവൻ, സദാശിവനാകുന്ന പലക. അപ്പൊ ഇവര് ദേവിയെ സദാ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ് തങ്ങളുടെ ശക്തിക്ക് വേണ്ടി. അപ്പൊ ഈ 30 മുക്കോടി ദേവതകളും സദാ ദേവിയെ പൂജിച്ചുകൊണ്ടിരിക്കണു. നമ്മൾ ദേവിയെ പൂജിച്ചാൽ എന്താണ് അതിനുള്ള പ്രത്യേകത? കാരണം വേറെ ആർക്കും, നമ്മളിപ്പോ ചിന്താമണി ഗൃഹത്തിലോട്ടുള്ള യാത്രയെ കണ്ടു, എവിടെ നോക്കിയാലും ആദ്യത്തെ ആ ഒരു ഇരുമ്പിന്റെ ഗേറ്റ് മുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യരും വേറെ ആരെയും ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും ലളിതാ ത്രിപുര സുന്ദരിയുടെ മന്ത്രം ജപിച്ച് ദേവിയെ തന്നെ പൂജിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളും അതിനകത്ത് കയറിയാൽ നമുക്ക് വേറെ എവരോട് ചെന്ന് കുശല പ്രശ്നമൊന്നും നടത്താൻ പറ്റില്ല. നിങ്ങൾ എന്താ എപ്പോ ഇങ്ങനെ വന്നു, നിങ്ങൾ എത്ര ജന്മം എടുത്തു ഇവിടെ വരാൻ? നമ്മളാണെങ്കിൽ ചെന്ന് ആദ്യം ഇതൊക്കെ ചോദിക്കുന്നത്, നമുക്ക് അവിടെ പോകാൻ വേണ്ടിയിട്ട്. ആ വഴികൾ ഇവർ ഒരു അക്ഷരം സംസാരിക്കില്ല. ഇവര് സദാ ലളിതാ ദേവിയുടെ പൂജയിലും മുഴുകിയിരിക്കുന്നവരാണ്. അപ്പൊ ഈ ദേവിയെ പൂജിച്ചുകൊണ്ടിരിക്കുന്നത് ആരാ? സാധാരണ വ്യക്തികളല്ല, പഞ്ചബ്രഹ്മങ്ങള് 4 പേരാണ് കാലുകളായിട്ടിരിക്കുന്നത്. എന്നിട്ട് അവിടെ ഇരിക്കുന്ന പലകയോ ഈ ഒരു സദാശിവനാകുന്ന ശിവന്റെ പുറത്താ ദേവി ഇരിക്കുന്നത്. ഈ ഒരു പ്രപഞ്ച ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ദേവിയെയാണ് അവിടെ കാണുന്നത്. അപ്പൊ ഈ ദേവിയെ പൂജിച്ചാൽ, അപ്പൊ എനിക്കിനി വേറെ ദേവതകളെ ഒന്നും പൂജിക്കാൻ പറ്റില്ല. കാരണം എന്താ? ഞാൻ ദേവിയെ സ്വീകരിച്ചു, എനിക്കിനി പറ്റില്ല. അങ്ങനെ ഒരു വ്യക്തിക്ക് എന്ത് ഫലമാണ് കിട്ടുന്നത്? ഈ ദേവിയെ പൂജിക്കുമ്പോൾ ഈ പറഞ്ഞ ബ്രഹ്മ, വിഷ്ണു, രുദ്ര, മഹേശ്വരന്മാരെയും സദാശിവനെയും പൂജിച്ച ഫലമാണ് കിട്ടുന്നത്. കാരണം ഈ മഞ്ചത്തിന്റെ അധികാരിയായിട്ടിരിക്കുന്ന ദേവി, ഈ മഞ്ചത്തിലിരിക്കുന്ന ആ ഒരു
എല്ലാ അധികാരത്തോടു കൂടിയിരിക്കുന്ന സിംഹാസനേശ്വരിയായിട്ടിരിക്കുന്ന പ്രപഞ്ചത്തെ മുഴുവനും സമസ്തമായിട്ടിരിക്കുന്ന പ്രപഞ്ചത്തെ മുഴുവൻ പാലിച്ചു കൊണ്ടിരിക്കുന്ന ദേവി ഇരിക്കുന്നത് പ്രപഞ്ചമായിരിക്കുന്ന മഞ്ചരത്നം എന്നാ പറയുന്നത്. ഈ മഞ്ചത്തിലിരിക്കുന്ന ദേവിയെ പൂജിച്ചു കൊണ്ടിരിക്കുന്നവരെ എല്ലാം ദേവിയെ പൂജിച്ചാൽ എന്താ? ഈ 30 ദേവകളെയും ഈ പഞ്ചബ്രഹ്മങ്ങളെയും പൂജിച്ചതിന് തുല്യമാണ്. ഒരു സാധാരണ എനിക്ക് വേറെ ഉപാസനയുടെ ആവശ്യമുണ്ടോ? പിന്നെ എപ്പോഴാണോ ഈ ത്രിപുര സുന്ദരിയുടെ ഉപാസന സ്വീകരിച്ചു കഴിഞ്ഞ് ഇനി വേറെ ദേവതയെ പൂജിക്കേണ്ട ആവശ്യമുണ്ടോ? 100% ഇല്ല, 110% ഇല്ല. കാരണം നമ്മൾ ആദ്യം കാണുന്ന ഇനി വരുന്നേ ഉള്ളൂ. കാരണം ഇനി എത്രയോ ദേവതമാർ ഇവിടെ ഉണ്ട്. ഇവിടെ ഇപ്പൊ കാണുന്നത് തന്നെ ഈ 5 പേര് ഇരിക്കുക. അപ്പൊ ഈ മഞ്ചത്തിന്റെ ഒരു കാല് ജപാകുസുമത്തിന്റെ നിറാണ്, ചെമ്പരത്തിപ്പൂവ്, ബ്രഹ്മസ്വരൂപം അഗ്നികോണിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നിര്യതി കോണിൽ വിഷ്ണു സ്വരൂപം ഇന്ദ്രനീല കല്ലിന്റെ സ്വരൂപത്തിലിരിക്കുന്നു. ശുദ്ധ സ്ഫടികമായിട്ട് വായുകോണില് രുദ്രൻ ഇരിക്കുന്നു. ഈശാന കോണില് കപിലവർണ്ണത്തില്, കപിലവർണ്ണം എന്ന് പറഞ്ഞാൽ വയലറ്റ് വർണ്ണം, ഈശ്വരൻ എന്ന് പറയുന്ന ആ ഒരു സർവ ആയുധങ്ങളും ധരിച്ച് സർവ ആഭരണങ്ങളും ധരിച്ച് താഴെ സ്തംഭ രൂപത്തില് നടുക്ക് ഒരു പുരുഷ രൂപത്തിൽ. അവരെ കണ്ടാൽ എന്താ പുരുഷന്മാരെ പോലെ ഇരിക്കുന്നത്, ദേവപുരുഷന്മാരില്ലേ? പക്ഷെ അവർക്ക് ഒരു ചലനമില്ലാതെ അവര് ദേവിയെ ധ്യാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ എല്ലാവരും എന്തിനാ ദേവിയെ ധ്യാനിക്കുന്നത്? ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ധീയുടെ അയനം. നമ്മുടെ ബുദ്ധി കൊണ്ട്, മനസ്സുകൊണ്ട്, ചിന്തകൾ കൊണ്ട്, ശരീരം കൊണ്ട് എല്ലാം അതിൽ ലയിച്ചിരിക്കുക. അതായത് എന്റെ പ്രവർത്തനം, ഇവര് പഞ്ചപ്രേതങ്ങളും കൂടെയാണ്. പിന്നെ നമ്മൾ കാണും, കാരണം ഇവർക്ക് എല്ലാം ദേവിയാണ്. ദേവിയിൽ നിന്ന് കിട്ടുന്ന ശക്തി, ആ ശക്തിക്ക് വേണ്ടി ഇവര് സദാ ദേവിയെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ മഞ്ചത്തിന്റെ പലകയായിട്ടിരിക്കുന്ന ആ ഒരു മാതളപ്പൂവിന്റെ ചുവപ്പ് നിറത്തോടു കൂടിയ ഇപ്പൊ ദാഡിമി പൂവ് അല്ലെങ്കിൽ മാതളപ്പൂവ് ആ നിറത്തോടു കൂടി മലർന്ന് കിടക്കുന്ന സദാശിവൻ. ആ സദാശിവൻ, അതായത് ആ സദാശിവൻ ശുദ്ധ സ്ഫടികമാണ്. പക്ഷെ അദ്ദേഹത്തിന് ചുവപ്പ് നിറമായിട്ട് തോന്നുന്നു. കാരണം എന്താ? ദേവിയുടെ ചുവപ്പ് നിറം കൊണ്ട്. അപ്പൊ ഇങ്ങനെ ഇവരെല്ലാവരും കണ്ണടച്ച് ദേവി ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ശക്തിയാണ് അവര് തന്റെ ഈ ശക്തി, ദേവിയുടെ ഈ ശക്തിയെ സ്വീകരിച്ചുകൊണ്ടാണ് ഇവര് തങ്ങളുടെ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന ഈ ശബരിമലയുമായിട്ട് ഇതൊന്ന് ബന്ധപ്പെടുത്തി നോക്കാം. കാരണം ഈ പറഞ്ഞ അതേ സ്വരൂപം തന്നെയാണ്. കാരണം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് എന്താ ഒരു താരതമ്യ പഠനം ചെയ്തു പോകണം. കാരണം ഇന്ന് ഹിന്ദുയിസം അത്രത്തോളം അധപ്പതിച്ച് ഒരു സമയമാണ്. നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും പറയുമ്പോൾ നമ്മുടെ സമ്പ്രദായം ഇല്ലെങ്കിൽ നമ്മുടെ ഈശ്വരന്മാര് നമ്മുടെ പൈതൃകമായിട്ട് കിട്ടിയിരിക്കുന്ന സ്വത്തുക്കളെയൊക്കെ കുറിച്ച് നമുക്ക് ആകെ കൊണ്ടുപോകാതെ നമുക്ക് എല്ലാവരോടും അഭിമാനത്തോടുകൂടി പറയാന്നുള്ള എന്താ? നമ്മള് ഭാരതീയ പൈതൃകമാണ്, നമ്മൾ ഭാരതത്തിൽ ജനിച്ചവരാണെന്ന്. അപ്പൊ ഈ എന്തെങ്കിലും നമ്മളോട് ചോദിക്കണമെങ്കിൽ അതിന് ഉത്തരം അറിയില്ല എന്ന് പറയരുത്. കാരണം നമുക്ക് അറിയാൻ പറ്റണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ദേവി, അതായത് ഇപ്പൊ നമ്മൾ ഈ പഞ്ചബ്രഹ്മം എന്ന് പറഞ്ഞപ്പോ അതുമായിട്ട് വളരെ ചേർന്ന് പോകുന്ന ഈ ഒരു ശബരിമലയിലെ മാളികപ്പുറത്തമ്മ, അവിടെ നമ്മൾ കേട്ടിട്ടുണ്ട്. ശബരിമല പോകുന്ന ഒരുവിധം എല്ലാവരും പോയിട്ടുണ്ട്. അപ്പൊ ഈ ശബരിമലയിലെ മാളികപ്പുറത്തമ്മ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സാധാരണ അതിനെ മഞ്ചകത്തമ്മയാണ് മാളികപ്പുറത്തമ്മയായിട്ട് മാറിയിരിക്കുന്നത്. നമ്മള് ഈ ഒരു എന്താ പറയാ, മാളികപ്പുറത്തമ്മ ശരിക്കുള്ള കഥയിൽ നോക്കണമെങ്കിൽ മഹിഷിയെ വധിച്ചു എന്നും, ആ മഹിഷി, അതായത് കന്നി അയ്യപ്പന്മാര് ശബരിമല വരാതിരിക്കുന്നിടത്തോളം കാലം അത് അയ്യപ്പൻ തന്നെ വിവാഹം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുമെന്നും, അയ്യപ്പൻ നിത്യബ്രഹ്മചാരിയാണ്, ആരെയും വിവാഹം കഴിയില്ല എന്ന് ശപഥമെടുത്ത ആളാണ്. പക്ഷെ അദ്ദേഹം എന്നെങ്കിലും മനസ്സ് മാറി തന്നെ ഒരു വർഷത്തില് ഏതെങ്കിലും ഒരു വർഷം കന്നി അയ്യപ്പന്മാർ വന്നില്ലെങ്കിൽ കല്യാണം കഴിക്കാൻ വാക്ക് കൊടുത്തു എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ ഈ ലളിതാ മഹാത്രിപുര സുന്ദരിയുടെ മഞ്ചവും ഈ മഞ്ചകത്തമ്മയും തമ്മിൽ ഒരു എന്താ പറയാ സാമ്യമുണ്ട്. കാരണം ഇത് ഭാസ്കരകാരുടെ ബുക്കിലുള്ളതല്ല, ഇത് നമ്മുടെ ഗിരീഷ് കുമാർ സാറിന്റെ ഒരു എന്താ പറയാ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇതിന്റെ കൂടെ ഞാൻ ചേർത്ത് പറയുന്നത്. അപ്പൊ ഈ ശിവവിഷ്ണു സംയോഗത്തിൽ ഉണ്ടായിരിക്കുന്ന അയ്യപ്പൻ അഥവാ ശാസിക്കുന്നവനെ ദർശിക്കുവാൻ മാലയിട്ട് മുദ്രധാരണം ചെയ്ത് ബ്രഹ്മചര്യ വ്രതത്തോടെ എന്താ പറയുക തന്റെ രേതസിനെ ഊർധ്വമാക്കി സഹസ്രാരത്തിൽ എത്തിക്കുന്ന ആ ഒരു ഇതിന്റെ പ്രതീകമായിട്ട് 3 കണ്ണുള്ള തേങ്ങ, അതായത് അഗ്നി നേത്രമാകുന്ന ജ്ഞാനക്കണ്ണ് തുറന്ന് അതിൽ നമുക്കറിയാം എന്താണ് നെയ്യ്, പാലിന്റെ പല പ്രോസസ്ഡ് ആണ് നെയ്യ്.
പാലിൽ നിന്ന് തൈര്, തൈരിൽ നിന്ന് വെണ്ണ, വെണ്ണ ഉരുക്കി നെയ്യ്. അപ്പൊ അതിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു അല്ലേ? ആ പ്രോസസ്ഡ് ആയിരിക്കുന്ന നെയ്യ് ഒഴിച്ച് ജന്മങ്ങൾക്ക് കാരണമാകുന്ന കാരണജലത്തെ മാറ്റി, തേങ്ങയ്ക്കകത്തിരിക്കുന്ന ജലം അതിനെ മാറ്റി അവിടെ നെയ്യ് നിറച്ച് 18 സോപാനമാകുന്ന തത്വങ്ങൾ കടന്ന്, അതായത് 18 സോപാനം, മൂലാധാരം പമ്പയാണ്, അതാണ് വാ അപരാസ്ഥാനം എന്ന് പറയുന്ന വാവർ സ്ഥാനം. അപ്പൊ അനാഹതം കഴിഞ്ഞ് സഹസ്രാരത്തിലെ ശ്രീകോവിലിൽ എത്തുമ്പോൾ നമ്മൾ ആ മഹാവാക്യം അവിടെ കാണുകയാണ്, തത് ത്വം അസി. അപ്പൊ തത്വമസി മഹാവാക്യമാണ് അവിടെ പറയുന്നത്. അപ്പൊ ഭക്തർ അവിടെ ചെന്ന് തത്വമസി കാണുമ്പോൾ അഹം ബ്രഹ്മാസ്മി എന്ന് തിരിച്ചറിയണം. കാരണം സഹസ്രാരത്തിലെത്തിയ ജീവൻ വിശ്വമായിട്ട് തീരുകയാണ്. വിശ്വം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം തന്നെ ആയിട്ട് തീരുകയാണ്. അപ്പൊ ഈ തലയോട്ടിന്റെ, അതായത് തലയോടിന്റെ പ്രതീകമായിട്ടാണ് അവിടെ തേങ്ങ അഗ്നിയിൽ എറിഞ്ഞ് ഉടയ്ക്കുന്നത്. അതിലാണ് നമ്മൾ അതിലെ നെയ്യ് വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യണം. അപ്പൊ അവിടെ ഇതിനെ ശരിക്കും പ്രതീകാത്മകമായി ചെയ്യുന്ന ഈ കാര്യങ്ങള് ശരീരബോധത്തെ ചിന്തിക്കുക, അതായത് ശരീരബോധത്തെ ചിന്തിക്കുമ്പോൾ അത് അഗ്നിക്കിരയാക്കുകയാണ്. തന്റെ സ്വത്വത്തെ തിരിച്ചറിഞ്ഞ് ആ മാളികയിലിരിക്കുന്ന 3, 7, 9 തട്ടുള്ള മാളിക, ഈ മാളികപ്പുറത്തമ്മയ്ക്ക് അങ്ങനെയുണ്ട്. അത് വളരെ താന്ത്രികമായിട്ടാണ് അവിടെ പൂജാവിധികളെല്ലാം നടക്കുന്നത്. അവിടെ ഈ ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാല് സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരി തന്നെയാണ്. കാരണം 3 ഗ്രന്ഥികളെ, അത് അല്ലെങ്കിൽ 7 ചക്രങ്ങളെ, ഇല്ലെങ്കിൽ പഞ്ചഭൂതങ്ങൾക്ക് നാഥനായിരിക്കുന്ന ഭൂതനാഥൻ, ആ ഭൂതനാഥന്റെ നിർദ്ദേശപ്രകാരം മഞ്ചകത്തമ്മയായിരിക്കുന്ന സാക്ഷാൽ മീനാക്ഷി ദേവി, മധുര മീനാക്ഷി, അങ്ങനെയുണ്ട് ഒരു. കാരണം മാതംഗ ആശ്രമത്തിലായിരുന്നു മതംഗ മുനിയുടെ ആശ്രമം. ശബരിമലയ്ക്ക് പേര് കേട്ടത് ശബരിയാണ്. അപ്പൊ ദേവിയെ അവിടെ വെച്ച് പൂജിച്ചിരുന്നു എന്നൊരു കഥയുണ്ട്. അപ്പോ ഈ സാക്ഷാൽ മീനാക്ഷി ദേവിയെ കണ്ട് ജീവബ്രഹ്മ ഐക്യം നേടാനായിട്ട് ഒരു ജീവന്റെ ആ ഒരു അദമ്യമായിട്ടുള്ള ആഗ്രഹ പൂർത്തീകരണമാണ് ദേവിയുടെ നടയില്, അതായത് ആനന്ദമയ ചക്രത്തില് തേങ്ങ ഉരുട്ടുന്നത്. അവിടെ മാളികപ്പുറത്ത് അങ്ങനെ ഒരു ചടങ്ങുണ്ട്, തേങ്ങ ഉരുട്ടൽ. അതായത് ആനന്ദാവസ്ഥയിലിരിക്കുന്ന ജീവന്റെ പ്രകടനം, അതായത് ആ പാദത്തിൽ കിടന്ന് ഉരുളുക എന്നാണ് അതിനർത്ഥം. അപ്പോ ഈ പന്തളം കൊട്ടാരത്തിൽ നിന്ന് ദേവി മധുര മീനാക്ഷിയാണെന്നും അവിടെ പൂജിച്ചിരുന്നുവെന്നും അവിടെ ശ്രീചക്രം ഇന്നും ഉണ്ടെന്നും അവിടെ ഈ അയ്യപ്പൻ, അതായത് അയ്യപ്പൻ കാളി ചക്ര ഉപാസകനായിരുന്നുവെന്നും ചരിത്രം പറയുന്നുണ്ട്. ഇപ്പൊ മീനാക്ഷി ക്ഷേത്രം പോലും മുകളിൽ നിന്ന് നോക്കിയാൽ ശ്രീചക്ര സ്വരൂപമാണ്. ബിന്ദു, മറ്റ് പ്രാകാരങ്ങളെല്ലാം തന്നെ ശ്രീചക്ര സ്വരൂപമാണ്. അപ്പൊ ഈ കന്നി അയ്യപ്പൻ വരാത്ത സമയത്ത് താൻ വിവാഹം കഴിക്കാം എന്ന് പറയുമ്പോ, എന്നാൽ അത് എപ്പോഴാണ്, അത് പറഞ്ഞിട്ടില്ല അല്ലേ? എപ്പോഴാണ് സൃഷ്ടി ഇല്ലാത്തതെന്നാണ് അതിന്റെ അർത്ഥം. കന്നി അയ്യപ്പൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ സൃഷ്ടി ഇല്ലാത്തതായിട്ട്, ഈ പ്രപഞ്ചത്തില് സൃഷ്ടി നടക്കാത്ത സമയം. അപ്പൊ ദേവി എന്താ, പ്രഹർഷേണ എല്ലാം തന്നിലേക്ക് ലയിപ്പിക്കുന്ന, അപ്പോൾ പ്രകടമായ ഞാൻ എന്ന ശക്തിയെ തിരിച്ച് ശിവത്തിലേക്ക് ലയിപ്പിക്കുക. ആ എന്തിന്റെ സാന്നിധ്യത്തിലാണോ ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അതിന്റെ ഉള്ളിലേക്കുള്ള തിരിച്ചുപോക്ക്, അതിനെയാണ് യോഗം, അതായത് ഐക്യം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ശിവശക്തി. അതായത് നമ്മളെ രാധാകൃഷ്ണ ലയനം പോലെ ഇതാണ് ശബരിമലയിലെ ആ ഒരു തിരിച്ചറിയല്. ആ നമ്മൾ ശബരിമല പോകുമ്പോൾ ഈ സത്യത്തെയാണ് നമ്മളവിടെ തിരിച്ചറിയേണ്ടത്. അപ്പൊ ഈ മഞ്ചത്തിലിരിക്കുന്ന മഞ്ചകത്തമ്മ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഇത് പറഞ്ഞു പോയതാണ്. കാരണം ഈ വേറെ ഒരു ദേവിയും ഇങ്ങനെ മഞ്ചത്തിലിരുന്ന് നമ്മൾ കണ്ടിട്ടില്ല അല്ലേ? പഞ്ചപ്രേത മഞ്ചത്തില്. അപ്പൊ ആ ഒരു ദേവി എവിടെയാണ് ദേവി ഇരിക്കുന്നത്? ആ ദേവിയുടെ വീട് ഇരിക്കുന്ന സ്ഥലം എവിടെയാണ്? മഹാപത്മാടവി സംസ്ഥ. മഹാപത്മം എന്ന് പറഞ്ഞാൽ വലിയ താമര നിറഞ്ഞ അടവി എന്നാണ് അർത്ഥം, ഭൂമി. അപ്പൊ ഈ അവിടെ സ്ഥലത്ത് അവിടെ ജലമൊന്നും വേണ്ട, ഭൂമിയിൽ നിന്നാണ് കമലം, ഈ താമര പൊടിച്ചു നിൽക്കുന്നത്. താമരക്കാടാണ് മഹാപത്മാടവി. അപ്പൊ ഈ മഹാപത്മം എന്ന് പറഞ്ഞാൽ ആന, നല്ല എന്താ പറയുക, നല്ല ഒരു ഗ്രേഡിലുള്ള ഒരു ആന എന്നും അർത്ഥമുണ്ട്. അപ്പൊ അവിടെ വസിക്കുന്ന ദേവി മഹാപത്മാടവിയില്. അപ്പൊ ദേവിക്ക് എന്താ, കദംബവനവാസിനി എന്നൊരു പേരുണ്ട്. കദംബവനം, പൂന്തോട്ടം. കദംബവനവാസിന്യേ നമ, ഇതൊരു മഹാമന്ത്രമാണ്. മണിദ്വീപിൽ മുഴുവനും കദംബവനമാണ്. മന്ത്രിണീ ദേവിയുടെ വാസസ്ഥലമാണ്. ദേവി കദംബവനവാസിനിയാണ്, ദേവിയുടെ പ്രധാനമന്ത്രിയാണ്. അപ്പം പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാല് ലളിതാ മഹാത്രിപുര സുന്ദരി മോതിരം കൊടുത്ത് തന്റെ പ്രധാനമന്ത്രിയാക്കിയിരിക്കുന്നത് ആരെയാണ്? ശ്യാമാദേവി. ആ ശ്യാമാദേവിയാണ് അവിടെ വസിക്കുന്നത്. അപ്പൊ ഈ കദംബം വനം, ഈ മഹാപത്മാടവി എന്ന് പറയുമ്പോൾ ഈ ഒരു
വാടികകൾ, ഈ ഒരു പുഷ്പത്തിന്റെ പ്രാധാന്യമാണ് അവിടെ പറയുന്നത്. അപ്പൊ ദേവി എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചാല് മഹാപത്മാടവി സംസ്ഥ. പിന്നെ ദേവി ഇരിക്കുന്ന ആ സ്ഥലത്തിന് ചുറ്റും എന്താണ്? സുധാസാഗര മധ്യസ്ഥ. അതായത് നാം നമ്മളെ അറിയുവാനായിട്ട്, അതായത് നമ്മൾ ആരാണ്, കോഹം, ഞാൻ ആര് എന്നുള്ള ചോദ്യത്തിന്, ഹു ആം ഐ എന്നുള്ള ചോദ്യത്തിന് ആ സാധകന്റെ യാത്രയാണിത്. ഇപ്പൊ സുധ എന്ന് പറഞ്ഞാൽ എന്താ? അമൃത്. അമൃത സാഗര മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ, ശരീരത്തിന്റെ സഹസ്രദള പത്മത്തിൽ സ്ഥിതി ചെയ്യുന്ന മഹാപത്മാടവിയില് ബിന്ദുസ്ഥാനത്ത് ബ്രഹ്മരന്ധ്രത്തിലുള്ള ആ കെട്ടി നിൽക്കുന്ന അമൃത കുംഭം. അപ്പൊ ദേവിക്ക് നമ്മള് ലളിതാ സഹസ്രനാമത്തില് രത്നഘടസ്ഥ രക്തചരണാം ധ്യായേത് പരാമംബികാം. അമ്മയുടെ രക്തചരണങ്ങൾ എവിടെയാ വെച്ചിരിക്കുന്നത്? അമൃത കലശത്തിന്റെ പുറത്താ, ഇല്ലെങ്കിൽ രത്നകലശത്തിന്റെ പുറത്താ. അപ്പൊ ദേവിക്ക് ഈ അമൃത കുംഭം എന്ന് പറയുന്നത് എവിടെയാണ് ഇരിക്കുന്നത്? അത് സഹസ്രാര പത്മത്തില് മൂലാധാരത്തിൽ നിന്ന് സർപ്പിണി രൂപത്തിലുള്ള കുണ്ടലിനി ശക്തി തന്റെ പതിയായിരിക്കുന്ന ശിവനുമായിട്ട് ചേരുമ്പോൾ ഈ കുംഭം പൊട്ടി ഒഴുകുമെന്നും ഈ അമൃതധാരയിലെ 72,000 നാഡീഞരമ്പുകൾ നടന്ന് നനഞ്ഞിട്ട് ജീവാത്മാവ് അമരത്വത്തിലേക്ക് ഉയരുമെന്ന് പറയുന്നു. അപ്പൊ ഈ ബാഹ്യലോകങ്ങളായിരിക്കുന്ന ഗോലോകം, വൈകുണ്ഠം, കൈലാസം ഒക്കെ തന്നെ ഈ പറഞ്ഞ ഈ കൈവർത്തക പുരാണം എന്ന് പറയുന്ന ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ശരീരത്താ. ഗോലോകം എന്ന് പറയുന്നത് വിശുദ്ധി ചക്രത്തിന് മുകളിലുള്ള പാലറ്റ് ഏരിയ. ഇപ്പൊ മുദ്ര എന്ന് പറയുന്ന ആ ഒരു കേജരി സ്ഥാനമാണത്. ഇപ്പൊ വൈകുണ്ഠം നമ്മുടെ ഹൃദയം തന്നെ, കൈലാസം ലലാടമാണ്. അപ്പൊ ഈ ഒരു ഉപാസകനെ സംബന്ധിച്ച് നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലം എവിടെയാണ്? ഈ പറഞ്ഞ മഹാപത്മാടവിയില് ആ ഒരു സുധാ സിന്ധോർ മധ്യസ്ഥ ഈ അമ്മയുടെ അടുത്താണ് നമുക്ക് എത്തിച്ചേരേണ്ടത്, അല്ലാതെ വഴിയിൽ ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഒന്നും അല്ല. അപ്പൊ ഈ ഒരു ഉപാസകനെ സംബന്ധിച്ച് അകത്ത് സാക്ഷാത്കരിക്കേണ്ട സത്യമാണെന്ന് അർത്ഥം. കാരണം ഈ ദേവി ഉപാസന എന്ന് പറയുന്നത് ഭാസ്കരരായർ പറയണു, ഇത് പുറത്തല്ല, എല്ലാം അകത്താണ്. അതുകൊണ്ടാണ് ഈ വെളിയിൽ കാണുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഒരു സാധകന്റെ ഉള്ളിൽ പറയുന്നത്. കാരണം ഇത് അകത്ത് സാക്ഷാത്കരിച്ചാലേ ഈ മണിദ്വീപത്തില് അമൃതസാഗര മധ്യത്തില് ശ്രീചക്രത്തിന്റെ ബിന്ദു സ്ഥാനത്ത് സുധാസിന്ധുവാണെന്നും ആ ഒരു ത്രികോണങ്ങൾ സന്ധിക്കുന്നതെല്ലാം തന്നെ സുധാസിന്ധു. നമുക്ക് ഈ സുധാസിന്ധു എന്ന് പറഞ്ഞാൽ ഈ 43 ത്രികോണങ്ങളും അതെല്ലാം ചേരുന്ന സ്ഥലം, ആ ഒരു ഇടയ്ക്കുള്ള ഭാഗത്തെയാണ് നമ്മൾ സുധാസിന്ധു എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉയർന്ന സ്ഥാനം ശിരസാണ്. അവിടെ ദേവി ബിന്ദുവാസിനിയായിട്ടിരിക്കുന്നു. അപ്പൊ ദേവി ശിവന്റെ മടിയിലിരിക്കുന്നു. അപ്പൊ ദേവിയുടെ അഡ്രസ്സ് എവിടെയാണ് നമ്മൾ ചോദിച്ചപ്പോ, ആരാണ് ഈ ദേവി, ആരെയാണ് നമ്മൾ വരിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോ ഈ അഡ്രസ്സ് ദേവി ഇത്രയും പറഞ്ഞു. എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞത് ദേവി എവിടെയാണ്? ദേവി ചിന്താമണി ഗൃഹാന്തസ്ഥ. ആ ചിന്താമണി ഗൃഹത്തില് പഞ്ചബ്രഹ്മാസനസ്ഥ, പഞ്ചബ്രഹ്മങ്ങളുടെ പുറത്ത് ഇരിക്കുന്ന ദേവി. മഹാപത്മാടവിയിലാണ് ദേവിയുടെ വീട്. സുധാസാഗരത്തിന്റെ നടുക്കാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. ഇത്രയും ദേവിയുടെ അഡ്രസ്സ് നമുക്ക് കിട്ടി. എവിടെയാ പോവേണ്ടത് എല്ലാം വ്യക്തമായിട്ട് അറിഞ്ഞു അല്ലെ? അപ്പൊ പിന്നെ നമ്മുടെ അടുത്ത ചോദ്യം, ആരാണ് ഈ ദേവി? അപ്പൊ ഇവിടെ അഡ്രസ്സ് കിട്ടി, വീട് കിട്ടി, എവിടെയാണ് താമസിക്കണം എന്ന് അറിഞ്ഞു ഇല്ലേ? അപ്പൊ ഈ ദേവിയുടെ അടുത്ത് നമുക്ക് എത്തണമെങ്കിൽ ഇനിയും നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ അറിയണ്ടേ. ആരാണ്? കാമാക്ഷി. അമ്മയ്ക്ക് വേറൊരു പേരും കൂടെ ഉണ്ട്, കാമാക്ഷി, കാമദായിനി. നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന ആളാണ് ഈ അമ്മ. അപ്പൊ ദേവിക്ക് വേറൊരു പേരാണ് കാമാക്ഷി. അപ്പൊ കാഞ്ചി കാമാക്ഷി, മധുര മീനാക്ഷി, ദേവി മഹാത്രിപുര സുന്ദരിയാണ്. അപ്പൊ കാമാക്ഷി എന്ന് പറഞ്ഞാല് കമനീയമായിട്ടുള്ള അക്ഷികളുണ്ട്, നല്ല ഭംഗിയുള്ള നേത്രങ്ങളോട് കൂടിയവൾ, കാമന്റെ അക്ഷികൾ. അപ്പൊ മഹാദേവന്റെ കണ്ണ് തന്നെയാണ് ശരിക്കും പറഞ്ഞത്. ദേവിയും ശിവനും തമ്മിൽ വ്യത്യാസമില്ല. ദേവിയുടെ നോട്ടം കൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും നമുക്കെല്ലാം എന്താ, എല്ലാവരും ഓരോരുത്തരെ അന്വേഷിച്ചു പോകുന്ന എന്താ, ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ആർക്കാണ്, പവർ ആർക്കാണ്, ഏറ്റവും പവർഫുൾ ആയിരിക്കും. നമുക്ക് താഴെയുള്ളവരെ ഒന്നും വേണ്ട. അപ്പൊ നമുക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ കാര്യവും നടക്കണം, ചില്ലറ കാര്യങ്ങളൊന്നും അല്ല, എല്ലാം ഭോഗം മോക്ഷം എല്ലാം വേണം. അപ്പൊ ഈ ദേവിയെ തന്നെ അഡ്രസ്സ് കിട്ടി. ഇനിയിപ്പോ അമ്മയുടെ എന്തൊക്കെ ഗുണങ്ങളുണ്ട്, എല്ലാം സാധിച്ചു തരുവോ, കിട്ടുമായിരിക്കുമോ എന്നൊക്കെ ഒരു സംശയം. അപ്പൊ ഇല്ല, നിങ്ങൾ പേടിക്കണ്ട, ദേവി കാമാക്ഷിയാണ്, കാമദായിനിയാണ്. അപ്പൊ ദേവിക്ക് പല പേരുകളുണ്ട്. മധുര മീനാക്ഷിയായിട്ട്, കാഞ്ചി കാമാക്ഷിയായിട്ടൊക്കെ ഇരിക്കണു. അമ്മയുടെ കണ്ണുകൾ മതി, അമ്മയുടെ ഒരു ഒറ്റ നോട്ടം മതി. അമ്മ ഒന്നും പറയുകയോ ഫോൺ വിളിച്ച് ഓർഡർ ചെയ്യോ ഒന്നും വേണ്ട. അമ്മയുടെ ആ നോട്ടം കൊണ്ട് തന്നെ എന്താ, എല്ലാ ആഗ്രഹങ്ങളും നടത്തി തരുന്നവളാണ്. അപ്പൊ പിന്നെയോ, ലക്ഷ്മി വാണി സേവിത. ലക്ഷ്മി ദേവിയും സരസ്വതി ദേവിയും വീശിക്കൊണ്ടിരിക്കുന്ന
സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരി. ഇപ്പൊ ലളിതാ ത്രിപുര സുന്ദരി ഈ പറഞ്ഞ എന്താ, സാധാരണ ആളല്ല. ലക്ഷ്മി ദേവിയും സരസ്വതി ദേവിയും വീശിക്കൊണ്ടിരിക്കുന്നവളാണ്. അപ്പൊ സാധാരണ ഒരു വ്യക്തിയാണോ? ചിന്തിച്ചു നോക്കൂ. ഏറ്റവും ഉയർന്ന തലത്തിലിരിക്കുന്നവളാണ്. അപ്പൊ ലളിതാദേവി തന്റെ ആ ഒരു ആദ്യത്തെ, ശരിക്കും ആ ദേവിയുടെ അവതാരം, പ്രാദുർഭാവം എന്ന് പറയുന്നത് ഭണ്ഡാസുര വധത്തിന് ശേഷം, ശരിക്കും പറഞ്ഞ ദേവി വന്നത് എന്തിനാണ്? ഭണ്ഡാസുരനെ വധിക്കാൻ. അതിനുശേഷം തന്റെ ഇടത് കണ്ണുകൊണ്ട് ബ്രഹ്മാവിനെയും വലത് കണ്ണുകൊണ്ട് വിഷ്ണുവിനെയും നോക്കിയെന്നും ദേവിയുടെ കടാക്ഷത്തിൽ നിന്ന്, ആ പ്രകാശത്തിൽ നിന്ന് സരസ്വതിയും ലക്ഷ്മിയും ആവിർഭവിച്ചു എന്നും പറയുന്നു. അതുകൊണ്ടാണ് ലളിതാദേവിയുടെ അപ്പുറവും ഇടതും വലതുമായിട്ട് സദാ സരസ്വതി ദേവിയും ലക്ഷ്മി ദേവിയും കാണുന്നത്. ആ ദേവിയുടെ രണ്ട് കണ്ണുകള്, കാ എന്ന് പറഞ്ഞാല് സരസ്വതി ഇടത് ഭാഗത്ത്, മാ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി വലത് ഭാഗത്ത്. അപ്പൊ ദേവി, നമ്മൾ പറയും ശ്രീചക്ര ബിന്ദു മധ്യസ്ഥ, ദക്ഷിണ ഉത്തരയോർ സദാ, വാണി ലക്ഷ്മി സേവിത. ഈ രണ്ടുപേരും സേവിച്ചുകൊണ്ടിരിക്കുന്ന എന്താ? അമ്മയുടെ രണ്ട് കണ്ണുകളാണ് അവര് വിദ്യയാണ്, അവര് ധനമാണ്. രണ്ടും അമ്മയുടെ രണ്ട് കണ്ണുകളാണ്. അപ്പോ എന്താ, ആ വലതു ഭാഗത്തിരിക്കുന്നത് മഹാലക്ഷ്മിയും ഇടത് ഭാഗത്തിരിക്കുന്നത് സരസ്വതിയും. അപ്പൊ അമ്മയുടെ കടാക്ഷം കൊണ്ട് നമുക്ക് എന്താ കിട്ടുന്നത്? വിദ്യയും സമ്പത്തും. ഒരു മനുഷ്യന്, ഒരു മനുഷ്യ ജന്മത്തില് നമുക്ക് എന്താ വേണ്ടത്? എല്ലാവർക്കും വേണ്ടത് സമ്പത്ത്, വിദ്യ. ഇത് രണ്ടുമാണ് അല്ലെ? അപ്പൊ ഇടത് കണ്ണ് മഹാസരസ്വതി, വലത് കണ്ണ് മഹാലക്ഷ്മി. അപ്പൊ അങ്ങനെ ആ ഒരു ദേവി എന്ന് പറയുന്നത് അക്ഷിയായിട്ടുള്ളവൾ, കാമാക്ഷി. അപ്പൊ മന്മഥന്റെ, അതായത് മന്മഥന്റെ മരണത്തിന് ശേഷം രതിദേവിയുടെ കരച്ചിൽ കണ്ട് മഹാദേവിക്ക് ഭയങ്കര സങ്കടം വന്നു എന്നും കാമേശ്വരനെ നോക്കിയെന്നും അതിൽ നിന്ന് ഒരു ശക്തി ഉണ്ടായി വന്നു എന്നും ആ ഒരു കാമേശ്വരന്റെ ഭസ്മത്തെ, അതായത് ഭണ്ഡാസുരനെ ഉണ്ടാക്കിയെന്നും ഒക്കെ നമുക്ക് മറ്റൊരു കഥയുണ്ട്. അപ്പൊ കാമേശ്വരനെ നോക്കിയവൾ, ആ കാമേശ്വരനെ നോക്കിയ അക്ഷിയോട് കൂടിയവൾ കാമാക്ഷി. അപ്പൊ കാമദായിനി, എല്ലാ കാമൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? കാമദേവൻ, ആഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നവൻ. അപ്പൊ ആ കാമൻ എന്താ പറയാ, ശിവന്റെ ആ ഒരു ജ്ഞാന നേത്രം കൊണ്ട് അതൊരു ചാരമായി പോയി. പക്ഷെ അവിടെ നിന്ന് വീണ്ടും കാമദേവൻ ഉയർത്തെഴുന്നേറ്റു. ആരായിട്ട്? ഉയർത്തെഴുന്നേറ്റല്ല, ഉണ്ടാക്കിയെടുത്തു ഭണ്ഡാസുരനായിട്ട്. പക്ഷെ കാമദേവനെ ദേവിയുടെ നോട്ടം കൊണ്ട് ഉണ്ടാക്കിയെന്നും ആ മറ്റുള്ളവർക്ക് കാണാൻ പറ്റില്ല. അദ്ദേഹം അനങ്കനായിട്ട് തീർന്നു. തന്റെ ഭാര്യയായിരിക്കുന്ന രതിദേവിക്ക് മാത്രമേ ഈ പറഞ്ഞ കാമദേവനെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ കാമാക്ഷി എന്ന് പറഞ്ഞാല് കാമദായിനിയാണ്, എല്ലാ ആഗ്രഹങ്ങളും നടത്തി തരുന്നവളാണ്. അപ്പൊ നമുക്ക് ദേവിയുടെ അഡ്രസ്സ് കിട്ടി, ഒരുവിധം കാര്യങ്ങൾ മനസ്സിലായി. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആള് ചില്ലറക്കാരിയല്ല. കാരണം എന്താ പറയാ, രണ്ടുപേര് സരസ്വതിയും ലക്ഷ്മി ദേവിയും ചാമരം വീശുന്ന അമ്മയുടെ രണ്ട് കണ്ണുകളായിരിക്കുന്ന, എന്താഗ്രഹവും നോക്കിയാൽ തന്നെ സാധിക്കുന്ന ഒരു മഹാശക്തിയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോ ദേവിക്ക് എന്താ, പിന്നെ കാമദായിനി മാത്രമല്ല, അഭയവരദം ഒന്നുമില്ല അമ്മയ്ക്ക്. അഭയവരദ ഹസ്തങ്ങളൊന്നുമില്ല. കാരണം എന്താ? അമ്മയ്ക്ക് അഭയവും വരദവും ഒന്നുമില്ല. അമ്മയുടെ പാദങ്ങൾ തന്നെയാണ് അഭയം. സാധാരണ ദേവിമാർക്ക് നമ്മളെ എന്താ പറയാ, ആകർഷിക്കാൻ വേണ്ടി വരൂ വരൂ, അഭയം, നിങ്ങൾക്ക് ഭയം വേണ്ട, ഞാനുണ്ട്, നിങ്ങൾക്ക് എന്ത് വേണോ ഞാൻ തരാം എന്ന് പറഞ്ഞ് അവരുടെ ഹസ്തമുദ്രകളിലൂടെ നമ്മളെ വിളിക്കാറുണ്ട് ഭക്തന്മാര് ചെല്ലുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട, അഭയം, നിങ്ങൾ ഭയപ്പെടരുത്. കാരണം എന്താ? ഞാനുണ്ട് നിങ്ങളുടെ കൂടെ, നിങ്ങൾക്ക് എന്ത് വേണോ തരാം. പക്ഷെ ഈ ദേവിക്ക് അഭയവരതങ്ങളൊന്നുമില്ല. അപ്പൊ ഈ ഗീവ് ആൻഡ് ടേക്ക് ഒന്നും ഇല്ല, അഭയവരതം. അപ്പൊ ദേവിയാണെങ്കിലോ 4 കൈകളുണ്ട് അമ്മയ്ക്ക്. 4 കൈകളിലും ആ ഒരു ആയുധങ്ങൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ണുകൾ കൊണ്ട് അനുഗ്രഹിക്കുകയാണ്. അപ്പൊ അമ്മ എന്തിനാ ഈ ആയുധങ്ങൾ വെച്ചുകൊണ്ടിരിക്കുക? അപ്പൊ ഈ അമ്മ എന്ന് പറയുമ്പോൾ ദേവിയെ ഇങ്ങനെ, ഈ ലക്ഷ്മി വാണി സേവിച്ചുകൊണ്ടിരിക്കുന്ന ദേവിയെ അനേക ദേവർഷിമാര് പൂജിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ പറയുകയാണ്, ഈ ദേവി ചില്ലറക്കാരിയല്ല, ദേവർഷീഗണ സംഘാത സ്തൂയ മാനാത്മ വൈഭവ. അപ്പൊ ചിദഗ്നി കൊണ്ട് സംഭൂതയായ ദേവിയെ ദേവകാര്യങ്ങൾ നടത്തി കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ഈ ദേവിയുടെ ആത്മവൈഭവം കണ്ട് ദേവന്മാര്, ഋഷിമാര് എല്ലാവരും ആ ദേവിയെ പൂജിച്ചുകൊണ്ട്, അതായത് ആ ഒരു സന്തോഷത്തോടു കൂടി ആത്മവൈഭവം കണ്ടിട്ട് വളരെയധികം സന്തോഷം ഉണ്ടായി എന്നും ദേവിയെ പൂജിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോ ഈ പ്രപഞ്ചത്തിലെ എല്ലാവരും പൂജിക്കുന്ന ഒരു ശക്തിയാണ് അമ്മ. അപ്പൊ ദേവിയുടെ എന്തിനാ ദേവി ഇങ്ങനെ വന്നത് എന്ന് ചോദിക്കുകയാണ്. ഇതിൽ കുറച്ച് നാമങ്ങൾ എടുത്തിട്ടാണ് ഈ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ദേവി എന്തിനു വന്നു? ഭണ്ഡാസുര വധോദ്യുക്ത ശക്തിസേനാ സമന്വിത. ഭണ്ഡാസുരനെ വധിക്കാനാണ്. ശിവസേനയല്ല, ശക്തിസേനയാണ്.
ശിവന്റെ സേന ഭൂതഗണങ്ങള്, ഈ പറഞ്ഞ ഭദ്രകാളി, ഇവരെല്ലാം ശിവന്റെ സേനകളാണ്. പക്ഷെ ദേവിയുടെ കൂടെ ഈ ഭണ്ഡാസുരനെ വധിക്കാൻ ആരാ വന്നത്? ശക്തിസേന സമന്വിത. അമ്മയ്ക്ക് അമ്മയുടെ കൂടെ വന്ന എല്ലാ ശക്തികളും അമ്മയുടെ കാര്യത്തിൽ അമ്മയെ സഹായിക്കാൻ വന്നവരാണ്. അപ്പോ ഈ ഭണ്ഡാസുരൻ, അതായത് ആരാണെന്ന് നമ്മൾ ഇതെല്ലാം നേരത്തെ കേട്ടതാണ്. ഭണ്ഡാസുരന്റെ ഉദ്ഭവം, സതീദേവിയുടെ ദേഹത്യാഗം, പാർവതി പരിണയം, കാമദേവ ദഹനം, ചിത്രസേനൻ എന്ന് പറഞ്ഞ ആള് ഈ പറഞ്ഞ കാമദേവന്റെ ഭസ്മത്തിൽ നിന്ന് ഭസ്മം കുഴച്ച്, അതായത് ഭണ്ഡാസുരന്റെ ജനനം, സാക്ഷാൽ മഹാദേവന്റെ മനസ്സ് പോലും ഇളക്കാൻ കാമന് സാധിക്കുമെന്നുള്ള കഥ, ഇതെല്ലാം നമ്മൾ കണ്ടു. അപ്പൊ നമ്മള് ഈ ഭണ്ഡാസുരൻ ശതരുദ്രീയം ജപിച്ച് ഭണ്ഡാസുരൻ അജയ്യനായി എന്നും, മഹാദേവന്റെ ദൃഷ്ടി പതിഞ്ഞ കാമദേവൻ ഭസ്മത്തിൽ നിന്നുണ്ടാക്കിയ രൂപത്തിന് ജീവൻ വയ്ക്കുകയും ബ്രഹ്മാവ് ഭണ്ഡ അഹോ ഭാഗ്യം എന്ന് പറയും. ചിത്രസേനൻ ഉപദേശിച്ചു കൊടുത്ത ശതരുദ്രീയം ജപിച്ച് ശിവനെ തൃപ്തിപ്പെടുത്തി വരം കിട്ടിയെന്നും, കാമദേവന്റെയും ശിവന്റെയും ആ ഒരു ക്രോധത്തിന്റെ ഫലമായിട്ടുണ്ടായ ഭണ്ഡാസുരൻ, അതായത് കാമക്രോധങ്ങളുടെ മിശ്രിതമായിട്ടൊരു പ്രത്യേക ഉജ്ജ്വലമായിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പൊ അദ്ദേഹം എന്താണ് ആവശ്യപ്പെട്ടത്? തനിക്ക് 60,000 വർഷം ജീവിക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിന്റെ ആരാണോ ഭണ്ഡാസുരന്റെ നേരിട്ട് വന്ന് നിൽക്കുന്നത് അവരുടെ പകുതി ബലം, ശ്രീരാമന്റെ കഥ പോലെ പകുതി ബലം തനിക്ക് കിട്ടുമെന്നും അങ്ങനെയും അദ്ദേഹം ഒരു വരം മേടിച്ചു ഭണ്ഡാസുരൻ. പണ്ട് ബാലി ഇങ്ങനെയാണ് ഒരു വരം ശ്രീരാമന് മറഞ്ഞു നിന്ന് അമ്പയ്യാൻ കാരണം. ബാലിയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നവർക്കെല്ലാം ആ ആളുടെ മുന്നിൽ നിൽക്കുന്ന ആളുടെ പകുതി ബലം ബാലിക്ക് കിട്ടും. അങ്ങനെ ശ്രീകൃഷ്ണ അവതാരത്തില് ബാലി ജര എന്ന വേടൻ. അപ്പൊ ഈ പറഞ്ഞ കാരണം എന്താ? ഈ ഒരു ലളിതാ സഹസ്രനാമം ഈ പലർക്കും കൊടുക്കാൻ പാടില്ല. ദുഷ്ടന്മാർക്ക്, അജ്ഞാനികൾക്ക്, ശുംഭന്മാർക്ക്, ഇല്ലെങ്കിൽ അതിനെ വേറെ തലത്തിൽ ഉപയോഗിക്കുന്നവർക്കൊന്നും ഈ ലളിതാ സഹസ്രനാമം വായിക്കാനോ പറഞ്ഞു കൊടുക്കാനോ പാടില്ല. കാരണം അവിടെ ദേവിയെ കുറിച്ച്, അവിടെ ദേവി ഉപാസന പറയാൻ പാടില്ല. ഇപ്പൊ ചോദിക്കും, ദേവി എല്ലാവരുടെയും അമ്മയല്ലേ, എന്തുകൊണ്ട് ദേവിയെ ഉപാസിക്കാൻ പാടില്ല എന്ന് ചോദിക്കും. അങ്ങനെയല്ല. ആ ഓരോരുത്തർക്കും അമ്മ, ഇപ്പൊ മഹിഷാസുരനെ കൊല്ലാൻ അമ്മ വന്നില്ലേ, ഭണ്ഡാസുരനെ കൊല്ലാൻ അമ്മയാ വന്നത്. ഇപ്പൊ ദേവി മഹാത്മ്യത്തിന്റെ ധ്യാന ശ്ലോകത്തിലെ മാതർമേ മധുകൈട പഗ്നിയില് ഏകദേശം 11 അസുരന്മാരെ കൊല്ലാൻ ദേവി നേരിട്ട് വരുന്നുണ്ട്. അപ്പൊ ദുഷ്ടന്മാരെ അമ്മ കൈ ഇല്ലാതാക്കുന്നുണ്ടോ, മാറ്റി നിർത്തിയിട്ടുണ്ടോ? അങ്ങനെയല്ല. ദുഷ്ടന്മാരുടെ ആ ഒരു ദുഷ്ട വശങ്ങളെ ഇല്ലാതാക്കി അതും തന്റെ മക്കളാണെന്നും തിരിച്ചറിഞ്ഞ് അവരെ ശുദ്ധീകരിച്ച് തന്നിൽ ചേർക്കാനാണ് അമ്മയ്ക്ക് ഇഷ്ടം. അപ്പൊ ഈ മന്ത്രത്തിനൊക്കെ വളരെ ശക്തിയുണ്ട്. ദുഷ്ടന്മാരുടെ കയ്യിൽ, കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ ദുഷ്ടന്മാരുടെ കയ്യിൽ ഈ മന്ത്രശക്തി കിട്ടിക്കഴിഞ്ഞാല് അവര് ലോകത്തിന്റെ ഉപകാരാർത്ഥമല്ല അവര് ചെയ്യുന്നത്, ലോകത്തെ നശിപ്പിക്കാൻ. ഇന്നൊരു അണുബോംബ് ഒരു സാത്വികനായിട്ടിരിക്കുന്ന ഒരാള് ഒരിക്കലും ലോകത്തെ നശിപ്പിക്കാൻ ഉപയോഗിക്കില്ല, ഇല്ലേ? അത് സമുദ്രത്തിൽ എറിഞ്ഞു കളയും, നിർവീര്യമാക്കി കളയും. പക്ഷെ അതൊരു അസുരന്റെ കയ്യിലാണ് കിട്ടണമെങ്കിൽ തനിക്ക് ആരൊക്കെയാണോ ശത്രുക്കള് അവരെ ലക്ഷ്യമായിട്ട് അത് പ്രയോഗിക്കും. ഇത് തന്നെയാണ് ലളിതാ സഹസ്രനാമത്തിന്റെ ബേസിക് അർത്ഥം. ലളിതാ സഹസ്രനാമം ദുഷ്ടന്മാർക്കും അജ്ഞാനികൾക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. കാരണം മന്ത്രത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു ശക്തിയുണ്ട്. അപ്പൊ ശ്രദ്ധയുള്ളവർക്ക് മാത്രം പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഈ ഒരു ലളിതാ ത്രിപുരസുന്ദരി എല്ലാ ദേവതമാർക്കും പ്രധാനമായിട്ടുള്ള ഈ ഒരു ഗുണങ്ങൾ, 4 കാര്യങ്ങളാണ് ഈ ദേവിക്ക് പ്രധാനമായിട്ടുള്ളത്. എല്ലാ സഹസ്രനാമം ആരെയൊക്കെ കുറിച്ചാണോ സഹസ്രനാമം ഉള്ളത് അവർക്കെല്ലാം ഈ ഒരു 5 ക്വാളിറ്റീസ് വേണമെന്നുണ്ട്. പക്ഷെ ഈ ലളിതാ ത്രിപുരസുന്ദരിക്ക് ഈ 5 ക്വാളിറ്റീസും വളരെ വ്യക്തമായിട്ടുണ്ട്. ഏതൊക്കെയാണത്? നാമം, രൂപം, ഗുണം, ലീല, ധാമം. ഈ 5 കാര്യങ്ങള് ഏത് ദേവതയ്ക്കും സഹസ്രനാമം വേണമെങ്കിൽ വേണം. പക്ഷെ എല്ലാവർക്കും ഇങ്ങനെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഡീമാർക്കേഷൻ പറയാൻ പറ്റില്ല. പക്ഷെ ദേവി ലളിത മഹാത്രിപുര സുന്ദരി വളരെ വ്യക്തമായിട്ട് നാമം, രൂപം, ഗുണം, ലീല, ധാമം. ഇതിൽ ലളിതാ സഹസ്രനാമങ്ങൾ മുഴുവൻ, ഇതിൽ നാമത്തെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിൽ 1000 നാമങ്ങളും ദേവിയുടെ. ഇനിയിപ്പൊ ദേവിയുടെ തന്നെ ഏത് ദേവതയുടെ പേരെടുത്ത് നോക്കിയാലും ആ ശക്തി ദേവി തന്നെയാണ്. അപ്പൊ ഈ നാമങ്ങൾ മുഴുവൻ ദേവിയുടെയാണ്. അപ്പൊ രൂപം എന്താണ്? രൂപത്തിൽ നമ്മൾ ധ്യാന ശ്ലോകത്തിൽ പറയുന്നുണ്ട്, സ കുങ്കുമ വിലേപനം അളിക ചുംബി കസ്തൂരികാം. അപ്പൊ ദേവിയുടെ ധ്യാനം എന്ന് പറയുന്നത് 4 ധ്യാനങ്ങളുണ്ട്. അതിൽ നമ്മൾ 4ഉം നമ്മൾ ഇത് എന്നും ചൊല്ലുന്നതാണ്. അപ്പൊ അതിൽ ശ്രീവിദ്യ എന്ന് പറയുന്ന ഒരു സ്വരൂപമായിട്ടുണ്ട്. സ കുങ്കുമ രൂപത്തില് ഉള്ള ദേവിയുണ്ട്. അങ്ങനെ 4 ധ്യാന ശ്ലോകങ്ങളിലും ദേവിയുടെ രൂപവർണ്ണനയാണ് കൊടുത്തിരിക്കുന്നത്.
ഒരെണ്ണം മാത്രം അജ്ഞാതമായിരിക്കുന്ന ഒരാൾ എഴുതിയതാണ്. ബാക്കി 3 ശങ്കരാചാര്യർ ഉൾപ്പെടെ ഉള്ളവർ എഴുതിയതാണ്. വളരെ വിശേഷമായിട്ട് ദേവി ആരാണ്, ദേവിയുടെ രൂപം എന്ത്, അളിക ചുംബി കസ്തൂരിക ഹംസ മന്ദഹസിദേക്ഷണം, എങ്ങനെ ഇരിക്കുന്നു, ദേവിയെ ബാഹ്യത്തിൽ കാണാൻ എങ്ങനെ എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തെ ക്വാളിറ്റി ദേവി ഇതിനകത്ത് പൂർത്തീകരിച്ചിരിക്കുന്നു. മൂന്നാമത്തത് ഗുണം. അപ്പൊ ദേവിയുടെ ഗുണം എന്താണ്? ദേവിയുടെ ഗുണം എന്ന് പറയുന്നത് ശ്രീവിദ്യ. ശ്രീവിദ്യയാണ് അമ്മ അല്ലെ. ആ ശ്രീവിദ്യക്ക് വേണ്ട ഗുണം എന്താണ്? ധ്യായേത് പത്മാസനസ്ഥാം വികസിത വദനാം പത്മപത്രായദാക്ഷീം ഹേമാംബാം പീതവസ്ത്രം കരകലിതലസത് ഹേമ പത്മാമരാമി. അവസാനം എന്താ പറയുന്നത്? ശാന്തമൂർത്തി. അപ്പൊ ദേവിയുടെ ഗുണം എന്ന് പറയുന്നത് ശാന്ത്യാതീത കലാത്മിക എന്ന് ദേവിക്കൊരു നാമമുണ്ട്. ഈ ശാന്തി എന്ന് പറയുന്നത് ഗുണങ്ങളിൽ ഏറ്റവും ഉയർന്നതാണ്. നമ്മൾ പരമമായിരിക്കുന്ന വിശ്രാന്തി സ്ഥാനം എന്നൊക്കെ പറയും അല്ലെ. എവിടെയാണ് നമ്മുടെ വിശ്രാന്തി? ആനന്ദമയ ചക്രത്തില്. അപ്പൊ ആനന്ദം, ശ്രീചക്രത്തിന്റെ കൊടിക്കൂറയായിട്ടുള്ള ആനന്ദമയ ചക്രത്തില് എന്തൊക്കെ വിക്ഷോഭങ്ങളും എന്തൊക്കെ പുറമേ എന്തൊക്കെ നടന്നാലും ആനന്ദമായിട്ട് സന്തോഷമായിട്ട് ശാന്തിയായിട്ടിരിക്കുന്ന ഒരേ ഒരു ദേവതയേ ഉള്ളൂ. ശ്രീചക്രമാകുന്ന തന്റെ തേരില് ആരൂഢയായിരിക്കുന്ന ലളിതാ മഹാത്രിപുര സുന്ദരി. അമ്മയുടെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് മനുഷ്യന്റെ ലക്ഷ്യവും. എല്ലാ മനുഷ്യർക്കും എന്താ വേണ്ടത്? ശാന്തി അല്ലെങ്കിൽ സമാധാനം. അമ്മ ശാന്തമൂർത്തി. ധ്യായേത് പത്മാസനസ്ഥാം എന്നുള്ള ധ്യാന ശ്ലോകത്തിൽ അവസാനം എന്താ പറയുന്നത്? ശാന്തമൂർത്തിയും സകല സുരനുതാം സർവസമ്പത് പ്രദാത്രിയും. അപ്പൊ ശാന്തമൂർത്തിയായിരിക്കണം. നമുക്കൊരു അജിറ്റേറ്റഡ് ആയിരിക്കുന്ന ദേവിയെ ഭജിക്കാൻ പറ്റുമോ? അമ്മ പല രൂപങ്ങൾ എടുക്കുന്നുണ്ട്. നമ്മുടെ എന്താ പറയാ നല്ലതിന് വേണ്ടിയിട്ടും എല്ലാവരെയും അനുഗ്രഹ സ്വരൂപമായിട്ടിരിക്കുമ്പോൾ ശാന്തമായിട്ടിരിക്കുക. അല്ലാത്തപ്പോ രൗദ്രഭാവം എടുക്കാറുണ്ട്. വളരെ എന്താ പറയാ ഭീതിജനകമായിരിക്കുന്ന കാളീ സ്വരൂപം എടുക്കാറുണ്ട്. പക്ഷെ ഈ അമ്മയുടെ ശരിക്കുള്ള രൂപം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അമ്മ ശാന്തമൂർത്തിയാണ്. അപ്പൊ ശാന്ത്യാതീത കലാത്മിക. കലകളില് ഈ 9 ഗുണങ്ങളില് നമുക്ക് കോപ രൗദ്രം, നമുക്ക് എന്താ പറയാ ഡാൻസിലൊക്കെ പഠിക്കുന്ന ഗുണം, ഈ പറയുന്ന ആ ഒരു 9 എണ്ണത്തില് ഏറ്റവും ഉയർന്ന തലത്തിലിരിക്കുന്ന ഗുണമാണ് ശാന്തി. അപ്പൊ അമ്മയുടെ ഗുണം എന്താണ്? ശാന്തി. ഇനി അടുത്തത് എന്താ? അമ്മയുടെ ലീല. അപ്പൊ ദേവിയുടെ ലീല എന്ന് പറഞ്ഞാല് ഈ പ്രപഞ്ചമേ അമ്മയുടെ ലീലയാണ്. അപ്പൊ തേൻ നിറഞ്ഞ കുടം കയ്യിലും താമരപ്പൂ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ദേവി. സിന്ദൂരാരുണ വിഗ്രഹം എന്നുള്ള ധ്യാന ശ്ലോകത്തില് സിന്ദൂരാരുണ വിഗ്രഹം തൃനയനം മാണിക്യ മൗലിസ്ഫുര താരാനായക ശേഖരം സ്മിതമുഖി ആപീന വക്ഷോരുഹം പാണിഭ്യം അളിപൂർണ രത്നചഷകം രക്തോത്പലം ബിഭ്രതീം. അമ്മയുടെ കയ്യിൽ എന്തൊക്കെയായിരിക്കുന്നത്? തേൻ നിറഞ്ഞ കുടം, കയ്യിൽ ഒരു താമരപ്പൂ. അപ്പൊ അമ്മയുടെ ലീല എന്താണ്? അമ്മയുടെ ലീല എന്ന് പറഞ്ഞാല് ഏറ്റവും ഈ പ്രപഞ്ചമാകുന്ന ആ ഒരു ലളിതമായിരിക്കുന്ന ആ ലീലയിലൂടെ പ്രപഞ്ചത്തിലെ സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം, അങ്ങനെ പഞ്ചകൃത്യങ്ങള് ലീല പോലെ ചെയ്യുന്ന സ്വരൂപിണിയായിരിക്കുന്ന ദേവി. അപ്പൊ അമ്മയുടെ ലീല ഏറ്റവും ഉയർന്നത്. ഇനി അടുത്തത് ധാമം. അപ്പൊ അമ്മയുടെ ധാമം എന്ന് പറഞ്ഞാൽ എന്താ? അത് ധാമം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലം എന്ന അർത്ഥം. ധാമം നമ്മുടെ ധ്യാനത്തിലൂടെ തീയുടെ അയനത്തിലൂടെ എത്തിച്ചേരേണ്ട സ്ഥലം. അതാണ് അമ്മയുടെ ശരിക്കും ആ ധാമം എന്താണെന്ന് ചോദിച്ചാല് അമ്മ എന്താണ്? അരുണാം കരുണാതരംഗിതാക്ഷീം എന്നതാണ് ധാമം. കാരണം കരുണയുള്ള ഒരാളുടെ അടുത്തേ നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഈ 4 ധ്യാന ശ്ലോകങ്ങളിലൂടെ തന്നെ അമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പറയുക. അപ്പൊ കരുണയുള്ള ഒരാളുടെ അടുത്ത് നമുക്ക് എത്രയൊക്കെ സ്നേഹം തന്നാലും ആ ഒരു കരുണയോടുകൂടിയുള്ള ഒരു നോട്ടം നമുക്ക് എപ്പോഴും എത്തിച്ചേരാൻ പറ്റുന്ന, ഇനി എന്തൊക്കെ വഴക്ക് പറഞ്ഞാലും നമ്മളോട് സ്നേഹമുള്ള ഒരേ ഒരു വ്യക്തി അമ്മയാണ്. കാരണം എന്താ? ആ ഒരു പൊക്കിൾക്കൊടി ബന്ധം, കുഞ്ഞുങ്ങളോട് അമ്മയ്ക്കുള്ള സ്നേഹം, ഗുരുക്കന്മാരോട് ശിഷ്യർക്കുള്ള സ്നേഹം, ഗുരു ശിഷ്യ ബന്ധം, ആ മാതാ പുത്ര ബന്ധം, ഇതൊക്കെയാണ് നമുക്ക് എത്രയധികം എന്താ പറയുക വിരോധം വന്നാലും എത്ര വഴക്ക് പറഞ്ഞാലും നമുക്കത് എന്താ പറയാ നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ടാണ് അല്ലെ, നല്ലതിന് വേണ്ടിയിട്ടാണ് അവര് പറയുന്നതെന്ന് നമുക്കൊരു ഉറച്ച വിശ്വാസം ഉണ്ടാവും. അപ്പൊ അത് തന്നെ നമ്മൾ ഈ പറഞ്ഞതെല്ലാം മറന്നു പോകും. പിന്നെ ആ പറഞ്ഞതാണോ അവർക്ക്, ആ കുട്ടികൾക്കും വിഷമമില്ല, അമ്മയ്ക്കും വിഷമമില്ല. അപ്പൊ അരുണാം കരുണാതരംഗിതാക്ഷിയും. അപ്പൊ അരുണ നിറത്തില് കരുണയോടുകൂടിയുള്ള ആ ഒരു കണ്ണുകളോടുകൂടിയ അമ്മ, അതാണ് അമ്മയുടെ ധാമം. അവിടെയാണ് നമ്മൾ ഓരോരുത്തരും എത്തിച്ചേരേണ്ടത്. ഇങ്ങനെ ഈ 5 കാര്യങ്ങളും ലളിതാ സഹസ്രനാമത്തില് വളരെ ഭംഗിയായിട്ട് ഒത്തുചേരുന്നുണ്ട്. അപ്പൊ ഈ
ശ്രീമാതയിൽ തുടങ്ങി ലളിതാംബയിൽ അവസാനിക്കുന്ന ഈ സഹസ്രനാമം ശരിക്കും ശരിക്കും പറഞ്ഞാൽ എന്താണ്? ശരി ആ ഒരു ഒരു ശ്രീമാത മായിൽ തുടങ്ങി അവസാനം നമ്മൾ എവിടെ കൊണ്ട് ചെല്ലും? മാ എന്ന് പറഞ്ഞാൽ എന്താ? കാമം. കാമം എന്ന് പറഞ്ഞാൽ കാ മാ, രണ്ടക്ഷരങ്ങള്. ആഗ്രഹം എന്ന് പറയുന്നത് എല്ലാം കാമങ്ങളാണ്, ഡിസയേഴ്സ് ആണ്. അപ്പൊ കാമന്റെ ദാനമാണ് നമുക്ക് ആഗ്രഹങ്ങൾ. കാമദേവനാണ് നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത്. എന്തിലൂടെ? അമ്മയുടെ കയ്യിലിരിക്കുന്ന 5 പൂവമ്പുകളിലൂടെ, 5 പഞ്ച തന്മാത്രകളിലൂടെ പ്രപഞ്ചമാകുന്ന ഈ ഒരു എന്താ പറയാ ധാമത്തില്, മനുഷ്യന്റെ ധാമമാണ് ഈ ഭൂമി. ഈ ഒരു പ്രപഞ്ചത്തില് നമുക്ക് ആഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന ഒരാളാണ് കാമദേവൻ, അല്ലെ? നമുക്ക് ഈ ഉണ്ടാക്കുന്നത് ഏതിലൂടെയാ? 5 പൂവമ്പകളിലൂടെ. ആ ഒരു പഞ്ച തന്മാത്രകളിലൂടെ നമ്മുടെ ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളാകുന്ന തന്മാത്രകളിലൂടെ, നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ കാഴ്ചകൾ കാണിച്ച് നമ്മുടെ മനസ്സിനെ മഥിപ്പിച്ച് ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തിയാണ് കാമദേവൻ. അപ്പൊ ഈ കാമദേവൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തി എന്നർത്ഥം. ഈ പരാശക്തിയാണെങ്കിലോ, ഈ പരാശക്തിയായിരിക്കുന്ന ദേവിയുടെ ആ ഒരു കാ എന്ന് പറയുന്നത്, നമ്മള് ആ കാ എന്ന് പറഞ്ഞാൽ ശിവൻ എന്നാണ് അവിടെ അർത്ഥം. മാ എന്ന് പറഞ്ഞാൽ ദേവി. അപ്പൊ കാമം എന്ന് പറഞ്ഞാൽ എന്താ? ശിവശക്തി സ്വരൂപം. ആഗ്രഹങ്ങൾ എവിടെയാ നമുക്ക് തീരുന്നത്? മോക്ഷത്തിലാ തീരുന്നത്. അപ്പൊ കാ എന്ന് പറഞ്ഞാല് ശ്രീമാത, ശ്രീ മഹാരാജ്ഞി. അതിൽ മാത എന്ന് പറയുന്ന ആ ഒരു മാ തുടങ്ങിയിട്ട് അവസാനം എന്താണ് തീരുന്നത്? ലളിതാംബിക, കായിലാ തീരുന്നത്. അപ്പൊ മായില് തുടങ്ങി കായില് തീരുന്നു. എവിടെ തുടങ്ങി? നമ്മൾ പ്രകൃതിയിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും പ്രകൃതിയെ അതിക്രമിച്ച് കായ് എന്ന് പറയുന്ന ശിവതത്വത്തിൽ എത്തിച്ചേരുക. അവിടെയാണ് ലാസ്റ്റ് നാമം ശിവശക്തിക്ക് രൂപിണി ലളിതാംബിക. അപ്പൊ കായില് തീരുക. അപ്പൊ മായും കായും ഇതിന്റെ ഇടയ്ക്കുള്ള 998 നാമങ്ങള് നമ്മുടെ ഓരോ മനുഷ്യ ജീവന്റെയും ആഗ്രഹ പൂർത്തീകരണത്തിന് അമ്മയെ ജപിച്ച് ആഗ്രഹങ്ങളും നമുക്ക് സാധിക്കാം. കാരണം എന്താ? എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ച് ന്യായമായിട്ടിരിക്കുന്ന ധാർമ്മികമായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം, കാമനകളെ പൂർത്തീകരിക്കാൻ ദേവിയല്ലാതെ വേറെ ആരുമില്ല. അത്രയ്ക്ക് കരുണാമൂർത്തിയാണ് അമ്മ. അപ്പോ ഈ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് മായില് തുടങ്ങി കായിൽ അവസാനിക്കുന്നതാണ്. വിശ്വത്തിലെ ഈ പ്രപഞ്ചത്തിലെ ലാളിത്യപൂർവ്വം ലീലകൾ ആടുന്ന ദേവിയാണ് ലളിത ത്രിപുരസുന്ദരി. ഈ ദേവതയെ കുറിച്ചുള്ള പഠനമാണ് ലളിതാ സഹസ്രനാമം. ഈ ഇടയ്ക്ക് ഇപ്പൊ നമ്മള് അമ്മയിൽ തുടങ്ങി ശിവനിൽ അവസാനിച്ചു എന്ന് പറയുന്നു. അപ്പൊ ഇതിനകത്തിരിക്കുന്ന 998 നാമം പഠിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ആഗ്രഹ പൂർത്തീകരണം, ഇല്ലേ? നമുക്ക് പുരുഷാർത്ഥങ്ങള് അതിനകത്ത് എല്ലാം പറയുന്നുണ്ട്. പുരുഷാർത്ഥപ്രദ, പൂർണ്ണ. അമ്മയുടെ ഓരോ നാമങ്ങൾ പഠിക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത് എന്താ? ഈ അനുഗ്രഹമാണ്. ഇപ്പൊ തുടങ്ങുന്നത് നമുക്ക് അമ്മയിൽ തുടങ്ങിയിട്ട് അവസാനം അച്ഛനിൽ ചെന്ന് നിൽക്കണം. അവസാനം ഈ ആഗ്രഹങ്ങൾ ഇതിനോടകം പൂർത്തീകരിച്ചോളണം. കാരണം കാമങ്ങള് നമുക്ക് ജന്മത്തിന് കാരണമാകും. കാമപൂർത്തീകരണം, ആഗ്രഹങ്ങളെല്ലാം നിവർത്തിച്ചോളണം. ഇനി എത്ര ജന്മം വേണം അത് പറഞ്ഞോളൂ. കാരണം എനിക്കൊരു 5 ജന്മം വേണം, 5 ജന്മത്തിൽ പല പല വിവിധ ആളുകളായിട്ട് വിവിധ സ്ഥലങ്ങളിൽ ജനിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതും പറയാം. കാരണം എന്താ? കാരണം അമ്മ സർവകാമങ്ങളെ കൈവല്യപദദായിനി. ഇതെല്ലാം കഴിഞ്ഞ് നിനക്ക് കൈവല്യപദം എപ്പോഴും വേണമെന്ന് പറയണോ, തന്റെ മക്കളുടെ ഇച്ഛയ്ക്കനുസരിച്ച് അമ്മ കാത്തുനിന്ന് എത്ര ജന്മങ്ങൾ വേണോ എടുത്തോളൂ, അവസാനം ഞാൻ നിനക്ക് എന്ത് തരാം? കൈവല്യവും തരാം, മുക്തിപദവും തരാം എന്ന് പറയുന്ന ഒരു അമ്മ ഈ ലളിതാ ഭഗവതി അല്ലാതെ വേറെ നമുക്ക് കാണാൻ പറ്റില്ല. ഈ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് സർവകാമ പൂർത്തീകരണ നാമങ്ങളാണ്. ലളിതാ സഹസ്രനാമം ഒരു ഉപാസകനെ സംബന്ധിച്ച് അവന്റെ കാമനകളെ, അവന്റെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ അമ്മയും അച്ഛനും, തുടക്കത്തിൽ അമ്മയും അവസാനം അച്ഛനെയും ഇരുത്തി, അതിനെയാണ് സമ്പുടിതം എന്ന് പറയുക. നമ്മളെപ്പോഴും പൂർണ്ണമാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു മാല കെട്ടിക്കഴിഞ്ഞാല് ആ 2 ഓപ്പൺ ആയിട്ട് ഇടുന്നത്, നമ്മളിപ്പോ ദേവിക്ക് ചതുഷ്ഷഷ്ടി ഉപചാരം കൊടുക്കുമ്പോൾ അമ്മയുടെ കഴുത്തിൽ നമ്മൾ മധുര മീനാക്ഷിക്കൊക്കെ ഇടുമ്പോൾ ഓപ്പൺ ആയിരിക്കണം മാല. കാരണം 2 സൈഡും തുറന്നിരിക്കും, അതിനെ കെട്ടില്ല. അതിനൊരു വളരെ താത്വികമായിട്ട് താന്ത്രശാസ്ത്രപരമായിട്ടൊരു അതിന് അർത്ഥമുണ്ട്, ഒരുപാട് അർത്ഥമുണ്ട് അതിന്. അതിൽ ഈ ഒരു മാലയ്ക്ക് പറയുന്ന ഒരു പ്രത്യേക പേരുണ്ട്. അത് ദേവിക്ക് അവിടെ ചാർത്തുമ്പോൾ കാമനകളെ പൂർത്തീകരിക്കും. അവിടെ കെട്ടില്ല. കാരണം കെട്ടിക്കഴിഞ്ഞാൽ സർക്കിളായി പോകും. അവിടെ കെട്ടുവരില്ല, ഓപ്പൺ ആയിട്ട് വെച്ചേക്കും. കാരണം നിനക്ക് എത്ര ജന്മം വേണം? മധുര മീനാക്ഷിയൊക്കെ എന്താ? ശ്രീവിദ്യ ശിവവാമഭാഗനിലയ ഹ്രീങ്കാര മന്ത്രോജ്വല. അമ്മയൊക്കെ കാമങ്ങളെ പൂർത്തീകരിക്കാൻ അനുഗ്രഹിക്കുന്നവരാ. കാരണം മാതങ്കിയായിട്ട് മധുര മീനാക്ഷിയായിട്ട് ഇരിക്കുന്ന ദേവി. അതേസമയം
നമ്മൾ കാഞ്ചി കാമാക്ഷിയിൽ ചെല്ലുകയാണെങ്കിൽ അമ്മ 2 കാലും മടക്കി വെച്ച് മാല മുഴുവനും പൂർത്തീകരിച്ച് കെട്ടിയ മാല അമ്മയുടെ കഴുത്തിലിടുന്നത്. അവിടെ നമ്മള് ഈ ദേവിയെ ഉപാസിക്കുമ്പോൾ കാമനകൾ പൂർത്തീകരിച്ച് അടുത്ത പദത്തിലേക്ക് പൊക്കോളണം, യോഗ പദത്തിലേക്ക് പൊക്കോളണം. ഈ ഓപ്പൺ ആയിട്ടിരിക്കുന്ന മാല നമുക്കിനി ജന്മങ്ങൾ വേണം എന്ന് പറയുന്ന ആ അർത്ഥമാണ്. അങ്ങനെ ഒരു മാല കൊണ്ടിടുമ്പോൾ എനിക്കിനി ഒരുപാട് ഉണ്ടമ്മ, ഇതൊന്നും പോരാ, ഇനി പല ജന്മങ്ങൾ വേണം. അപ്പൊ എനിക്ക് എന്തൊക്കെ ആവണം? ഡോക്ടർ ആവണം, IAS ആവണം, അത് വേണം, ഇത് വേണം, പഠിപ്പിക്കണം, ഇനി കൂടുതൽ ശ്രീവിദ്യ ഉപാസനയിൽ നന്നായിട്ട് പോണം. എത്ര ആഗ്രഹങ്ങളാ, എത്ര ആയിക്കോട്ടെ, സാരമില്ല. അതിനനുസരിച്ച് എനിക്കൊരു ജന്മം തരൂ എന്ന് പറഞ്ഞാൽ അതും തരും. ഏത് ജന്മം വേണമെങ്കിലും എടുത്തോളൂ. പക്ഷെ അമ്മയുടെ പാദപത്മങ്ങൾ മറന്നു പോകരുത്. അമ്മയെ ഉപാസിക്കണം. കാരണം അമ്മയാണ് നമുക്ക് തരുന്നത്. ഈ ഒരു ബോധത്തോടു കൂടി ഈ ഒരു നാമങ്ങൾ, സഹസ്രനാമങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് എല്ലാം പഠിച്ചു കഴിഞ്ഞ് നമുക്കൊരു തൃപ്തി ഉണ്ടാവണം ഉള്ളില്. അതുകൊണ്ടാണല്ലോ അമ്മയെക്കുറിച്ച് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പോകുന്നത്. ആ ഒരു തൃപ്തി, അതാണ് ആ ശാന്തി നമ്മുടെ ഉള്ളിൽ. അതാണ് ശാന്ത്യാതീത കലാത്മിക, അമ്മയുടെ ശാന്ത സ്വരൂപം. നമ്മളും ശാന്തമാവണം. ഇതുവരെ നമ്മുടെ മനസ്സ് അജിറ്റേറ്റഡ് ആയിരുന്നു, കലുഷിത മനസ്സാണ്. ദുഃഖങ്ങള് സുഖങ്ങള് ഇങ്ങനെ മാറി മാറി വരുന്നു. സുഖം സന്തോഷം തരണു, ദുഃഖങ്ങൾ തരണു. മനസ്സ് ഇങ്ങനെ തിരമാലുകൾ പോലെ ഇങ്ങനെ എന്താ പറയാ അലയടിച്ചുകൊണ്ടേയിരിക്കണം. അവിടെ ഒരു ശാന്തത വരണമെങ്കിൽ എന്ത് വേണം? ഈ സുഖങ്ങളെല്ലാം അനുഭവിച്ചോളൂ. അതിനെന്താ? അമ്മയല്ലേ തരുന്നത്. അത് അനുഭവിച്ചിട്ട് ഈ അമ്മയെ പഠിച്ചു കഴിയുമ്പോൾ നമ്മള് ആ ഒരു മുക്തി പദത്തിലേക്ക്, മനുഷ്യന്റെ ഏറ്റവും ഉയർന്ന ലക്ഷ്യമാണ് മുക്തി. അപ്പൊ അതും അമ്മ തരും, കൈവല്യ പദം തരും അമ്മ. അതും ചോദിച്ചോളണം. കാരണം ഇല്ലെങ്കില് ഈ ജനന മരണ ദുഃഖങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കണം. ഒരിക്കലും ജന്മം നമുക്ക് ബ്ലെസ്സിങ് ആണെന്ന് പറയാൻ പറ്റില്ല. ജന്മം ദുഃഖം തന്നെയാണ്. 9 മാസത്തെ ഗർഭവാസം, അത് കഴിഞ്ഞുള്ള ഒരു എന്താ പറയാ പുഴുക്കൾ അരിച്ചു കിടക്കുന്ന ആ ഒരു പല പല എന്താ പറയാ നീറ്റലും ദുഃഖവും വിഷമവും ശരീരക്ലേശവും, അതിൽ നിന്നുള്ള ഒരു വളരല്, ഈ പ്രപഞ്ചവുമായിട്ടുള്ള അറിവ് അതിനെ എന്താ വിടർന്നു വരിക. ശരിക്കും പറഞ്ഞാല് ജന്മം എന്ന് പറയുന്നത് എന്താ പറയാ സുഖമാണെന്ന് പറയാൻ പറ്റില്ല. ഈവൻ നാരദൻ പറയുന്നുണ്ട്, ഭഗവാനെ ഇതാണോ മനുഷ്യജന്മം, ഇതാണോ എല്ലാവരും സുഖം എന്ന് പറയുന്നത്? എനിക്ക് മതിയായി, എനിക്ക് ഒരു ഞൊടിയുടെ കൊണ്ട് എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കുമെന്നാണ് നാരദൻ പറയുന്നത്. നാരദന് മനുഷ്യജന്മം കൊടുക്കുകയാണ് അനുഭവിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുപോലെ മനുഷ്യജന്മം സുഖം എന്ന് പറയാൻ പറ്റില്ല. കാരണം എപ്പോഴും എത്ര സുഖമുള്ളവനും ദുഃഖവും കാണും. ഒരു ഇരുട്ടും ഒരു വെളിച്ചവും പോലെ. നമ്മൾ വിചാരിക്കുന്നതാണ് എല്ലാവരും വളരെ സുഖമാണെന്ന്. നമുക്ക് അവരുടെ ആ ഒരു ഇന്നർ പാർട്ട് ഒന്നും അറിയില്ല. കാരണം ഏറ്റവും വലിയ സുഖിമാനും ഏറ്റവും വലിയ ദുഃഖമുള്ളവനും രണ്ടും കറക്റ്റ് അല്ല. കാരണം ഇത് രണ്ടും ഏറ്റക്കുറച്ചിലുണ്ട്. പിന്നെ നമുക്ക് ജനനാലെ കിട്ടുന്ന ചില ശാപങ്ങള് താപങ്ങൾ, അത് ഓരോരുത്തർക്ക് വ്യക്തിഗതമാണ്. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും സുഖ ദുഃഖ സമ്മിശ്രമായിരിക്കും. കാരണം നമ്മുടെ പുണ്യപാപങ്ങൾ സമമാവുമ്പോഴാണ് മനുഷ്യജന്മം കിട്ടുന്നത്. അതിൽ നമ്മൾ ഏറ്റക്കുറച്ചിലുകൾ വരുന്നേ ഉള്ളൂ. അത് നമ്മുടെ ഭൗതികമായിരിക്കുന്ന ഐശ്വര്യങ്ങളിലായിരിക്കും ഏറ്റക്കുറച്ചിലുണ്ടാകുന്നത്. മനുഷ്യജന്മം സുഖം എന്ന് പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും പറയുന്ന ദേഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാ പറയുന്നത്. അപ്പോ ദേഹം വേണം ഒരു ഉപാധിയായിട്ട്. ഒരു സാധകന് സാധനയിൽ പുരോഗമിക്കണമെങ്കിൽ, സാധ്യമായിരിക്കുന്ന വസ്തുവിനെ കിട്ടണമെങ്കിൽ ഒരു ഉപാധി വേണം. അതിനെ മാത്രമായിട്ടേ ശരീരത്തെ കാണാവൂ. അല്ലാതെ അത് കഴിയുമ്പോൾ അത് ഉപേക്ഷിക്കാൻ ഒരു മടിയും വിചാരിക്കണ്ട. കാരണം പാമ്പ് ചട്ട ഉപേക്ഷിക്കുന്ന പോലെ ഒരു മുറിയിൽ നിന്ന് അപ്പുറത്തെ മുറിയിൽ ചെളി വരണ്ട അഴുക്ക് വസ്ത്രങ്ങൾ, പഴയതായ മുഷിഞ്ഞ ആ ഒരു വസ്ത്രത്തെ മാറ്റുന്ന പോലെ ത്യജിക്കാൻ നമുക്ക് പറ്റണം. കാരണം എന്താ? അമ്മയാണ് ഇതിനകത്തിരിക്കുന്നത്. അമ്മയ്ക്ക് വേണ്ടാത്തത് നമുക്കും വേണ്ട. നമ്മൾ ഈ രണ്ട് ഞാൻ വേറെ അമ്മ വേറെ എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ്. ഈ ദേഹി തന്നെയാണ് നമ്മുടെ എല്ലാം, ജീവാത്മാവ്. നമുക്ക് ഈ നാമരൂപങ്ങൾ തന്ന് നമ്മളെ ഈ പേര് വിളിച്ചിവിടെ ഇരുത്തിയിരിക്കുന്നതും അമ്മയാ. നാളെ ഈ ശരീരം ഉപേക്ഷിക്കുമ്പോൾ പേര് നഷ്ടപ്പെട്ടു. ആ പേര് നഷ്ടപ്പെട്ട നമുക്ക് പിന്നെ ആരാ ഉള്ളത്? അമ്മയുടെ പേരല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിലോട്ട് അധികം കിടന്ന് പിടിച്ചു തൂങ്ങേണ്ട കാര്യമില്ല. ഇനി ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ സാധിക്കാം. അതിനെന്താ? ഈ 998 നാമങ്ങൾ എന്തൊക്കെ തരുമോ അതെല്ലാം, സകല ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് അമ്മ അവസാനം നമുക്ക് കൈവല്യ പദം തരട്ടെ. ആ ശിവ സായുജ്യ പദവി നമുക്ക് തരട്ടെ. ശിവനെ നമ്മൾ അറിയട്ടെ. ആ ശിവൻ മുക്തി തരട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കണം. കാരണം ഈ ഒരു ലളിതാ സഹസ്രനാമം സർവ കൽപ്പലതികയാണ്. ഭാസ്കരരായര് പറയണു, തരാത്തതായിട്ട് ഒന്നുമില്ല. കൽപ്പലതിക, കൽപ്പവൃക്ഷം. ആഗ്രഹിക്കുന്നത് എന്തും തരും. കാരണം ഉപാസനാമൂർത്തിയാണ് നമ്മുടെ. എന്തിനാ ഉപാസനാമൂർത്തി? എല്ലാവർക്കും ഇപ്പൊ നമ്മൾ ഓരോ ഉപാസനയിൽ പ്രവേശിക്കുമ്പോൾ ഓരോ മൂർത്തിയെ ഉപാസിക്കുക. പക്ഷെ നമ്മൾ ദേവി എന്ന് പറയുന്ന അമൂർത്തമാണ്. ദേവി മൂർത്തവുമാണ് അമൂർത്തവുമാണ്. ഈ ദേവിയെ ഒരു
ഏറ്റവും ഉയർന്ന ജന്മത്തിൽ മാത്രമേ ദേവിയെ ഉപാസനയ്ക്ക് കിട്ടുള്ളൂ. കാരണം ബാക്കിയുള്ളവരെല്ലാം ഉപാസിച്ചു കാണും പല ജന്മങ്ങളില്. ഈ ദേവിയിൽ തന്നെ പലരും ശ്രീവിദ്യ ഉപാസന വിട്ടുപോകും. പക്ഷെ അതിൽ നിൽക്കുന്നവരെന്താ, അത്രയ്ക്ക് ഉയർന്ന മനസ്സുള്ളവർക്കേ ശ്രീവിദ്യ ഉപാസനയിൽ നിൽക്കാൻ പറ്റൂ. ദേവിയെ ഉപാസിക്കുക. ദേവിയെ ഉപാസനാമൂർത്തിയായിട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ പ്രപഞ്ചം, ഈ വിശ്വം, ഈ ഭുവനങ്ങള്, ഇതിന്റെ എല്ലാം നമ്മൾ സ്വന്തം എന്ന അർത്ഥം. പക്ഷെ നിസ്സാരരായിട്ടുള്ള നമ്മുടെ മനസ്സ് അത്രയും ഓപ്പൺ അപ്പ് ആവാൻ പറ്റുന്നില്ല. കാരണം അമ്മ നമ്മുടെ ആണെന്ന് പറയുമ്പോ എന്താ, നമ്മുടെ അമ്മയുടെയാണ്. പിന്നെന്താ, അപ്പൊ അമ്മയുടെ എല്ലാ സ്വത്തുക്കളും നമ്മുടെ അല്ലേ? നമ്മൾ ലിമിറ്റഡ് ആയിട്ട് 5 സെന്റും ഈ ഒരു കെട്ടിടവും ഇത് എന്റേത്, അതിൽ നിൽക്കുന്ന നമുക്ക് ആ മനസ്സ് തുറക്കാൻ പറ്റുന്നില്ല. ഈ അമ്മയെ സ്വന്തമാക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഇൻഫിനിറ്റ് ആവണം, നമ്മുടെ മനസ്സ് തുറക്കണം. എല്ലാം വിശ്വപ്രപഞ്ച സ്വരൂപിണിയായിരിക്കണ ഈ അമ്മ എന്റേതാണെങ്കിൽ ഇവിടെ എനിക്ക് ഒന്നും എടുക്കാനുമില്ല, കൊടുക്കാനുമില്ല, നമുക്കൊന്നും നേടാനുമില്ല, കളയാനുമില്ല. അമ്മയുടെ ആഗ്രഹത്തിന് വരുന്നു, അമ്മയുടെ ഇഷ്ടമനുസരിച്ച് ഇവിടെ ജീവിക്കുന്നു, അമ്മയിലേക്ക് തിരിച്ചു പോകുന്നു. നമുക്കൊരു ധാമമുണ്ട്, പെർമനന്റ് ആയിട്ടൊരു സ്ഥലമുണ്ട്. നമ്മൾ എന്തിനാ ഈ വാടകയ്ക്ക് ഇവിടെ താമസിക്കുന്നത്? ഒരു 50 വർഷം, 60 വർഷം, 70 വർഷം അത്രയല്ലേ നമുക്കുള്ളൂ. നമ്മള് ടെനൻസ് അല്ലേ? ഇത് വാടക സ്ഥലമാണ് നമുക്ക്. പക്ഷെ വാടക കൊടുക്കണ്ട, അമ്മ എല്ലാം ഫ്രീ ആയിട്ട് തരണു ഇല്ലേ? വായു, വെള്ളം, പഞ്ചഭൂതങ്ങളെല്ലാം ഫ്രീ ആയിട്ട് തരുന്നു, ശരീരവും തന്നു. പിന്നെന്താ, ഇവിടെ സുഖമായിട്ട് താമസിക്കുക, വന്ന വഴിക്ക് തിരിച്ചു പോവുക, വന്ന സ്ഥലം മറക്കാതിരിക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് എല്ലാവർക്കും നല്ല ജീവിതം, നല്ല മരണം, സ്വച്ഛന്ത മൃത്യു ഇതെല്ലാം കൊടുക്കുന്ന ഇത് സിദ്ധികളാണ്. എല്ലാവർക്കും ഇത് കിട്ടില്ല, ഒരു സ്ട്രഗിളിങ്. ഇനിയിപ്പോ ഏത് മനുഷ്യ ദൈവങ്ങളെയാണ് ഇവിടെ ഉപാസിച്ചിട്ടുണ്ടെങ്കിലും ഈ ഭൂമിയിൽ അവർക്കൊക്കെ ജന്മങ്ങൾ വരണം. കാരണം മനുഷ്യര് ഒരിക്കലും പൂർണ്ണനല്ല, അപൂർണനാണ്. നമുക്കൊരു മനുഷ്യനെ ഉപാസിക്കാൻ, മനുഷ്യനെ ദൈവമായിട്ട് ഉപാസിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. കാരണം ഭാരതീയ പൈതൃകം അതിന് പറയുന്നില്ല. ഇവിടെ ഗുരുപരമ്പരയാണുള്ളത്, ഗുരുക്കന്മാര്. അവര് ദൈവങ്ങളല്ല, അവര് നമുക്ക് കാണിച്ചു തരുന്നവരാ, അവര് ദേശികന്മാരാണ്. ഇത് നിന്റെ ഉള്ളിലിരിക്കുന്ന ആ സത്യത്തെ നീ അറിയും. ഒരു വിളക്കിൽ നിന്ന് വേറൊരു വിളക്ക് കത്തിച്ചു തരുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് ഈശ്വരനെ പൂജിക്കുക, അല്ലാതെ നമ്മള് ഗുരുക്കന്മാരെയോ ഇല്ലെങ്കിൽ എന്താ പറയുക സിദ്ധികളുള്ളവരെയോ പൂജിച്ചു കഴിഞ്ഞാല് 12 പ്രാവശ്യം തനിയാവർത്തനം എന്നതിന് പറയുന്നത്. 12 പ്രാവശ്യം മനുഷ്യ ജന്മം എടുക്കണം എന്നാ പറയുന്നത്. കാരണം ഒരിക്കലും മനുഷ്യൻ, അപൂർണനായ മനുഷ്യനെ ഈശ്വരനായിട്ട് പൂജിക്കാൻ പാടില്ല. അവന്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വര തത്വത്തെ മാത്രമേ പൂജിക്കാൻ പാടുള്ളൂ. അതാണ് ആത്മതത്വം. എപ്പോഴും ഇത് പൂജിക്കാൻ ആ മനസ്സ് നമുക്ക് ഉയരുന്നു. അപ്പൊ നമ്മളെല്ലാവരും എന്താ, അതീവ പുണ്യശാലികളാണ്. കാരണം ഈ ദേവിയെ പൂജിക്കാൻ പറ്റുക, അത് ഏത് ജന്മത്തിലാണെങ്കിലും അതിനുള്ള അർഹത നമ്മൾ നേടുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ എന്താ പറയാ ഗോൾഡൻ ലിപികളിൽ എഴുതി വെക്കുക. ജീവിതത്തിൽ എന്തൊക്കെ ദുഃഖങ്ങൾ വന്നോട്ടെ, പക്ഷെ ഈ ഒരു ശ്രീവിദ്യ ഉപാസന കിട്ടിയത് അത് സ്വർണമയമായിട്ടുള്ള നക്ഷത്ര ലിപികളിൽ എഴുതുക എന്നാ. കാരണം നമുക്ക് ഒരു മനുഷ്യ ഗുരുക്കന്മാരെ കാലിൽ പൂവിട്ട് പൂജിക്കാനോ ഒന്നല്ല, നമുക്കൊരു ഗുരുപരമ്പര കാണിച്ചു തരുന്ന നിന്റെ ഉള്ളിലിരിക്കുന്ന ശക്തി, എല്ലാത്തിലും ഇരിക്കുന്ന ശക്തി, അത് കാണിച്ചു തരുന്ന ഒരു നല്ല ഗുരുപരമ്പരയെ കിട്ടി. ഈ ഒരു പ്രപഞ്ചേശ്വരിയായിരിക്കുന്ന ലളിതാ ത്രിപുര സുന്ദരിയെ നമുക്ക് ഉപാസിക്കാൻ പറ്റി. അമ്മയുടെ ലളിതാ സഹസ്രനാമം പഠിക്കണു, അമ്മയെക്കുറിച്ച് അമ്മയെ ഉപാസന ചെയ്യണു, അമ്മയുടെ പഞ്ചദശാക്ഷരി മന്ത്രം കൊണ്ട് അമ്മയെ നമ്മൾ ഉപാസിക്കുന്നു. ഇതൊക്കെയാണ് സിദ്ധികൾ എന്ന് പറയുന്നത്. ആ സിദ്ധികളെല്ലാം നമ്മൾ കുറച്ച് കാണാൻ പാടില്ല. കാരണം ശ്രീചക്രത്തിന്റെ ആദ്യത്തെ ഈ 10 സിദ്ധി ദേവതമാര് ഇരിക്കുന്നത് എവിടെയാ? ഭൂപുരത്തിലാണ്. ആ ഭൂപുരത്തിന്റെ 3 വരകളിലെ രണ്ടാമത്തെ എന്താ പറയുക അഷ്ടമാതൃക്കള്, മുദ്രാശക്തികള് ആദ്യം ഇരിക്കുന്നവരാണ് സിദ്ധി ദേവതമാര്. അണിമ, ലഘിമ, ഗരിമ തുടങ്ങിയുള്ള 10 സിദ്ധികള്. അപ്പൊ ഈ ഏത് ഈശ്വരനെ പൂജിച്ചാലും നമുക്ക് സിദ്ധി വരണമെങ്കിൽ, നമുക്ക് അനുഗ്രഹം കിട്ടണമെങ്കിൽ ഈ ഒരു സിദ്ധി ദേവതമാര് കനിയണം. ഇനി പ്രാകാമ, ഈശ്വത്ത, വശ്യത്ത ഏത് കിട്ടണമെങ്കിൽ, അപ്പൊ നമുക്ക് ഈ ദേവിയെ പൂജിച്ചാൽ എന്താ, ചോദിക്കാതെ തന്നെ എല്ലാം കിട്ടും. കാരണം എന്താ, അമ്മ ഇരിക്കുന്ന ശ്രീചക്രത്തിന്റെ എന്താ പറയാ സ്ക്വയറില്, ഭൂപുരത്തില് നമ്മുടെ ആ ഒരു ദേവിയെ പൂജിച്ചുകൊണ്ട് ഏറ്റവും ആദ്യത്തെ ഭൂമി തത്വത്തിലിരിക്കുന്ന അമ്മയുടെ ശ്രീചക്രം ബിന്ദു ആണെങ്കിൽ, മേളിലാണെങ്കിൽ അമ്മ ഇരിക്കുന്നത് അമ്മയുടെ ഏറ്റവും താഴത്തെ ആ ഒരു സ്ക്വയർ ആയിരിക്കുന്ന ആ ഒരു ഭൂപുരമായിരിക്കുന്ന അവിടെ ഇരിക്കുന്ന ആദ്യത്തെ ഈ ശക്തികളാണ് ഇവര്. അപ്പൊ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഇനി എന്തിനെയൊക്കെ ഏതൊക്കെ ഈശ്വരന്മാരെ പ്രാപിച്ചിട്ട് നമ്മൾ എന്താ പറയാ അർച്ചന കഴിപ്പിച്ചാലും നമ്മൾ പൂജിച്ചാലും
ക്ഷേത്രങ്ങളിൽ ചെന്ന് മുരുകനെയോ സുബ്രഹ്മണ്യനെയോ എന്താ പറയുക ഗണപതിയൊക്കെ പൂജിച്ചിട്ട് അവരെന്താ ചെയ്യുന്നത്? ഇഷ്ടകാമ്യ സിദ്ധ്യർത്ഥം, നമുക്ക് കാമ്യ കർമ്മങ്ങള് നമുക്ക് സാധിച്ചു തരുന്ന ആ സിദ്ധികള് ഈ ഒരു ദേവിക്ക് നമ്മൾ ചോദിക്കാതെ നമ്മുടെ കാമനകളെ പൂർത്തീകരിക്കാനുള്ള അനുഗ്രഹം ഉണ്ടാകും. കാരണം ദേവിയെ പൂജിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അവര്. ഈ ലളിതാ ത്രിപുര സുന്ദരിയുടെ മന്ത്രമുള്ളവർക്കെല്ലാം ഈ സിദ്ധി ദേവതമാര് ചോദിക്കാതെ അനുഗ്രഹം കൊടുക്കും. അപ്പൊ ഈ ശക്തിയുള്ള എന്താ പറയുക, ഈ ശക്തി ദേവതമാര് തന്നെ പൂജിച്ചുകൊണ്ട് നമ്മളൊരു പ്രത്യേക രീതിയിൽ സൗന്ദര്യ ലഹരിയില് ഒരു ശ്ലോകത്തിൽ അമ്മയെ പ്രാർത്ഥിക്കുന്നത് അണിമാതിപിരാവൃതാം മയൂഖൈ അഹമിത്യേവ വിഭാവയേ ഭവാനി. അണിമാദികളാകുന്ന ആ ശക്തി ദേവതകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ആ ദേവിയെ എന്താ? അഹമിത്യേവ വിഭാവയേ ഭവാനി, ഞാനാണെന്ന് വിചാരിക്കണം. എൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ദേവി ആ അഹം ഇത് സാക്ഷാത് ആത്മരൂപേണ ഭാതി. നമ്മുടെ ഉള്ളില് ആത്മസ്വരൂപമായിരിക്കുന്ന ദേവിയെ ഈ അണിമ ലഘിമ തുടങ്ങിയ സിദ്ധികള് ചുറ്റിയിരിക്കുന്നു. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? എല്ലാ കാമനകളും ഈ ലളിതാ പരമേശ്വരിക്ക് ഒരു പൂവിടുമ്പോൾ സാധിക്കും എന്നർത്ഥം. കാരണം ഈ സിദ്ധി ദേവതമാരാണ് ദേവിയെ പൂജിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ശക്തി തരുന്നവരെയാണ് നമ്മള് ശക്തി ദേവതമാർ എന്ന് പറയുന്നത്, അല്ലെ? ശക്തി തരുന്ന ആളിനെയല്ലേ ശക്തിമാൻ എന്ന് പറയുന്നത്. അപ്പൊ ഈശ്വരൻ എന്തൊക്കെയാണ് എന്താ പറയാ നമുക്ക് തരുന്നത്? എല്ലാ അനുഗ്രഹങ്ങളും. അപ്പൊ ഈ സിദ്ധി ദേവതമാര് ലളിതാ ത്രിപുര സുന്ദരിയെ ഉപാസിക്കുന്നവർക്ക് അവര് ചോദിക്കുന്ന കാമ്യകർമ്മങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുക്കും. ആരുടെ അനുഗ്രഹത്തോടു കൂടി? നമ്മുടെ ഉപാസനാ ദൈവം എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. പെറ്റമ്മയും പോറ്റമ്മയും പോലെയാണ് സ്വന്തം അമ്മ. നമ്മളിനി എത്ര നമ്മൾ പറയില്ല 1000 എന്താ പറയാ പോറ്റമ്മ ചമഞ്ഞാലും പെറ്റമ്മയാവൂല, അങ്ങനെ എന്തോ ഒരെണ്ണമുണ്ട്. അപ്പൊ അതുപോലെ സ്വന്തം അമ്മയും അല്ലാതെ ചിറ്റമ്മയും വ്യത്യാസമുണ്ട്. നമ്മളിനി ഏത് ഈശ്വരനെ ഉപാസിച്ചാലും ഈ ദേവിയെ ഉപാസിക്കുന്ന പോലെ ആവില്ല. കാരണം ഇത് അമ്മയാണ്. അപ്പൊ ഈ അമ്മയെ ഉപാസിച്ചു കഴിഞ്ഞാല് എന്താ? നമുക്കൊരു ഉപാസനാ മൂർത്തി തന്നെ അമ്മയാവുമ്പോ അവിടെ പിന്നെ എന്താ ആരോട് ചോദിക്കാനാണ്? ആ അനുഗ്രഹം ഡയറക്റ്റ് ആയിട്ട് എല്ലാവർക്കും കിട്ടും. അപ്പൊ ഈ ശക്തി, അതായത് ഈ ഒരു ശക്തി ദേവതമാരാല് പൂജിക്കപ്പെടുന്ന അല്ലയോ ഈശ്വരി ലളിതാ മഹാത്രിപുര സുന്ദരി. അപ്പോ നമ്മൾ ചോദിക്കുമ്പോ എന്താ? എൻ്റെ ഈ ചെറിയ കാമനകള് ഈ അമ്മയുടെ മുമ്പിൽ ചെന്ന് ചോദിക്കുന്ന എന്താ? ഇനി ജന്മം തരൂ, എനിക്കൊരു പ്രൊഫസർ ആവണം, ഇല്ലെങ്കിൽ ഒരു ഇങ്ങനത്തെ ഉള്ള എന്താ പറയുക നിസ്സാരമായിരിക്കുന്ന ഭൗതികമായിരിക്കുന്നത് ചോദിക്കാതെ അമ്മയുടെ കൈവല്യപദം ചോദിക്കൂ. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ അമ്മയുമായിട്ടുള്ള ഒരു സഹവർത്തിത്വം അമ്മയുടെ അടുത്ത് നമുക്ക് ചെല്ലാൻ പറ്റട്ടെ. അപ്പൊ ഈ ചെറിയ കാമനകളിൽ നമ്മൾ ഒതുങ്ങി പോകരുത് ഈ ദേവിയെ ഉപാസിച്ചിട്ടെന്ന് അർത്ഥം. കാരണം അമ്മയുടെ ശ്രീചക്രത്തിന്റെ ഭൂപരമാകുന്ന ഏറ്റവും ഔട്ടർ സർഫേസിൽ ഇരിക്കുന്ന വെറും ശക്തി ദേവതകൾ, അവർക്ക് പോലും ഇത് തരാനുള്ള കഴിവുണ്ട്. നമ്മൾ ബിന്ദു വരെ പോയി അമ്മയെ ഉപാസിച്ചിട്ട് നിസാരമായി ശരീരത്തോട് ബന്ധപ്പെട്ട കുറെ നിസ്സാര കാര്യങ്ങൾ ഈ ഭൂമിയിൽ ഇനിയും തിരിച്ചു വരിക, അത് വേണം ഇത് വേണം എന്ന് നിസ്സാരമായിരിക്കുന്ന ആ കാര്യങ്ങൾ ചോദിക്കരുത് എന്ന് പറയാൻ കാരണം എന്താ? ഈ ദേവിയെ ഉപാസിക്കണമെങ്കിൽ ഇനി ഒരു ജന്മം കിട്ടുമോ, ഉപാസിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. അപ്പൊ ഈ ആത്മീയത, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മീയത എന്ന് പറഞ്ഞാൽ ആത്മാവിനെ തിരിച്ചറിയലാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉപാസന സ്വീകരിച്ചത്. ഈശ്വരൻ എന്തൊക്കെയോ നമുക്ക് തരുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഈശ്വരനെ ഉപാസിക്കുന്നത്? അല്ല, ഞാൻ ആരാണ് ആ തിരിച്ചറിവിന് വേണ്ടിയാണ് നമ്മൾ ഈശ്വരനെ ഉപാസിക്കുന്നത്. ആത്മീയത എന്നാല് ആ ഈശ്വര ശക്തി എൻ്റെ ഉള്ളിലുണ്ടെന്നുള്ള തിരിച്ചറിവ്, അതിനെയാണ് നമ്മൾ ആത്മീയത എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ യഥാർത്ഥ ജ്ഞാനം. അപ്പൊ അമ്മ ജ്ഞാനസ്വരൂപിണിയാണ്, അല്ലെ? ഈ സത്യത്തെ തിരിച്ചറിഞ്ഞാൽ അവിടെ ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. ലളിതാ സഹസ്രനാമം അവസാനം കൊടുക്കുന്നതാണ് എന്താ പറയാ ഈ യഥാർത്ഥ ജ്ഞാനം. കാരണം ലളിതാ സഹസ്രനാമം ജപിച്ച് എല്ലാവരുടെയും ദുഃഖങ്ങൾ മാറി, ചോദിക്കുന്നതെല്ലാം കിട്ടി, പണം കിട്ടി, മകളുടെ കല്യാണം നടന്നു, ജോലി കിട്ടി, അത് ചോദിച്ചു ഇത് ചോദിച്ചു, എല്ലാം കഴിഞ്ഞ് അവസാനം ചോദിക്കും അമ്മ ജ്ഞാനം തരൂ. അമ്മ ചോദിക്കാതെ നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഗിഫ്റ്റാ ജ്ഞാനം. കാരണം ഇത് ഏറ്റവും ഉയർന്ന എന്താ പറയാ ആ തലം. മനുഷ്യാണാം സഹസ്രേഷു, 1000ങ്ങളിൽ ഒരാൾ മാത്രമേ അമ്മയോട് ജ്ഞാനം ചോദിക്കാറുള്ളൂ. വിവേകാനന്ദ സ്വാമിയെ പോലെ ആ ശ്രീരാമകൃഷ്ണ പരമഹംസര് 10 പ്രാവശ്യം പറഞ്ഞു, പോയി അമ്മയോട് ചോദിക്ക, നിനക്ക് എന്ത് വേണോ ചോദിക്കെന്ന് പറഞ്ഞു. ഒരു ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ കിട്ടാത്തതായിട്ട് യാതൊന്നുമില്ല. നരേന്ദ്രന് എന്ത് വേണമെങ്കിലും ചോദിക്കാം. പക്ഷെ അദ്ദേഹം എന്ത് ചോദിച്ചു? ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ജ പാർവതി, എനിക്ക് വിവേകം തരൂ അമ്മ,
നമുക്ക് വിവേകമുണ്ടെങ്കിലേ വൈരാഗ്യം ഉണ്ടാവൂ. വിവേകമാണ് നമുക്ക് നിത്യ അനിത്യ വിവേകം ഉണ്ടാക്കുന്നത്. നമ്മള് ഈ വിവേകം കൊണ്ട് ഈ ദേവിയെ ഉപാസിക്കുമ്പോൾ നമ്മുടെ വിവേകം നമുക്ക് എന്താണ് നിത്യം, എന്താണ് അനിത്യം, നഷ്ടപ്പെട്ടു പോകുന്നത് എന്തൊക്കെയാണ്, നമ്മുടെ കൂടെ വരുന്നത് എന്തൊക്കെയാണെന്നുള്ള നല്ല ഒരു എന്താ പറയാ ഒരു വിവേകം, ഒരു വിവേചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. എന്നാൽ മാത്രമേ നമ്മുടെ പശുപാശ ബന്ധങ്ങളെയൊക്കെ നമുക്ക് മറുത്തെറിയാൻ പറ്റൂ. ചുമ്മാതെ അവിടെ ഇരുന്ന് രാവിലെ ഉർവാരികമിവ ബന്ധനാത് മൃത്യോർ മുക്ഷീയ മാമൃത എന്ന് നമ്മൾ എന്താ പറയാ ഈ ഒരു മൃത്യുഞ്ജയ മന്ത്രം ജയിച്ചാൽ മൃത്യുവിനെ ജയിക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഉപാസനയിലൂടെ എന്തിലൊക്കെയാണോ മനസ്സ് കെട്ടിവെച്ചിരിക്കുന്നത്, ഈ പുത്രനും പൗത്രനും കുഞ്ഞുങ്ങളും എന്താ പറയാ വീടും ഇങ്ങനത്തെ ശരീരവുമായിട്ട്, ഈ ശരീരം പോയി കഴിഞ്ഞാൽ ഈ ശരീരത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് നമ്മളെ വിളിക്കുന്ന അമ്മ, അമ്മൂമ്മ, ചേച്ചി, ചേട്ട, ഭാര്യ, ഇതെല്ലാം ഏതാ? ഈ ശരീരം, ഈ നശിച്ചു പോകുന്ന ശരീരം. അപ്പൊ ഈ പേരുകളെല്ലാം അതോടുകൂടി എന്തായി? ഇല്ലാതായി. ചിത്രകേതു ചോദിക്കുന്ന പോലെ ഏത് ജന്മത്തെ അച്ഛൻ, ഏത് ജന്മത്തെ അമ്മ. അപ്പൊ അനേക ജന്മങ്ങളിലൂടെ കടന്നു വന്ന ആ പുരാണനായിരിക്കുന്ന ഈ ജീവാത്മാവിന് അച്ഛനോ അമ്മയോ ബന്ധങ്ങളോ പാശങ്ങളോ ഇല്ല. എല്ലാം പുറമേ നമ്മൾ ഭാവിച്ചോളണം, ഉള്ളിൽ നിന്ന് വിട്ടോളണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ കൈവല്യ പദത്തെ, കാരണം ഈ ലളിതാ സഹസ്രനാമം നമുക്ക് ജ്ഞാനമുക്തിയാ തരുന്നത്, അല്ലാതെ കാമങ്ങളല്ല. കാമങ്ങൾ തരുന്നു തരുന്നു എന്ന് പറഞ്ഞാലും വളരെ വിഷമാണ് അത് കേൾക്കുമ്പോൾ തന്നെ. കാരണം നിസ്സാരമായിട്ട് തുച്ഛമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇത്രയും ബിന്ദു സ്വരൂപിണിയായിട്ട് അവിടെ ഇരിക്കുന്ന അമ്മയുടെ അടുത്ത് ചെന്ന് ചോദിക്കുമ്പോൾ ഒരു ഭിക്ഷക്കാരൻ ചെന്ന് രാജാവിന്റെ അടുത്ത് ഒരു നേരത്തെ ഭക്ഷണം ചോദിക്കുന്ന പോലെയല്ലേ? കാരണം ഭക്ഷണം കഴിഞ്ഞ് അപ്പൊ വയറ് നിറയും, പിന്നെയും വിശക്കും. അപ്പൊ അതുപോലെ നമ്മൾ ആവരുത്. കാരണം രാജാവിന്റെ അടുത്ത് ചെന്നാൽ രാജകീയമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കണം, അല്ലേ? അദ്ദേഹത്തിന്റെ കഴിവിനനുസരിച്ചുള്ളത് ചോദിക്കണം. ഒരു രാജാവിന് ഒരു ഭക്ഷണം തരിക വലിയ കാര്യമാണ്, അവിടെ നിസ്സാരമായിട്ട് ഒരു ഇലയിട്ട് തരും. അതുപോലെ ഈ രാജരാജേശ്വരിയുടെ അടുത്ത് ചെന്ന് അമ്മ എനിക്ക് ഇനിയും ജന്മം തരൂ എന്ന് പറഞ്ഞ് ഈ കർമ്മമണ്ഡലത്തിലേക്ക് പിന്നെയും വരണോ, അതോ അമ്മയുടെ അടുത്ത് ഇരുന്ന് ആ ഒരു മുക്തി പ്രാപിക്കണോ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണത്. അപ്പൊ വിവേകാനന്ദൻ യഥാർത്ഥ ജ്ഞാന സ്വരൂപിണി. കാരണം ദുർഗ എന്ന് പറയുന്നത് സർവ കർമ്മപ്രാപ്തിയാണ്, പക്ഷേ ലളിത എന്ന് പറയുമ്പോൾ ജ്ഞാനസ്വരൂപിണിയാണ്. സരസ്വതി വിദ്യാസ്വരൂപിണിയാണ്. സരസ്വതി എന്ന് പറയുന്ന അക്ഷരജ്ഞാനം, ഭൗതികമായിട്ടുള്ള എല്ലാ അറിവുകളും കിട്ടണമെങ്കിൽ സരസ്വതിയെ ഉപാസിക്കണം. ആ സരസ്വതിയും എല്ലാ ഭൗതിക ഐശ്വര്യങ്ങൾ തരുന്ന മഹാലക്ഷ്മിയും രണ്ട് സൈഡിൽ നിന്ന് ഇടതും വലതും നിന്ന് ചാമരം വീശുന്ന ജ്ഞാനസ്വരൂപിണിയായിരിക്കുന്ന ഈ ലളിതാദേവിയെ ഉപാസിച്ചുകൊണ്ട് നമ്മൾ ഏറ്റവും തുച്ഛമായിരിക്കുന്നതൊന്നും ചോദിക്കരുത്. നമ്മൾ എന്ത് ചോദിക്കണം? ഭാസ്കരായർ പറയണു, നമുക്ക് വേറെ ഒന്നും വേണ്ട, നിത്യ അനിത്യ വിവേകം തരൂ അമ്മ, നമുക്ക് ജ്ഞാനം തരൂ, യഥാർത്ഥ ഉയർന്ന തലം. അപ്പൊ ഇതില് ആര് ചോദിക്കും? മനുഷ്യാണാം സഹസ്രേഷു, കോടികളിൽ ഒരാളെ ഇത് ചോദിക്കുള്ളൂ. കാരണം അമ്മയുടെ അടുത്ത് ചോദിക്കുന്നതെല്ലാം എന്താ പറയാ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ പൊടിയും തട്ടിപ്പോവും. അത് കഴിയുമ്പോൾ ഉപാസനയില്ല, ഒന്നുമില്ല. അമ്മയുടെ അടുത്ത് ചോദിക്കുന്നതെല്ലാം അമ്മ അപ്പൊ തന്നെ ഭവാനിത്വം എന്ന് പറയുമ്പോ തന്നെ തരുന്ന അമ്മയാണ്. അപ്പൊ ഈ ദേവിയോട് നമ്മൾ ജ്ഞാനം ചോദിക്കണം. വിവേകാനന്ദ സ്വാമിയെ ചോദിച്ചതുപോലെ എന്നാ എനിക്ക് വിവേകം തരൂ എന്ന് ചോദിച്ച പോലെ നമ്മൾ എന്ത് ചോദിക്കണം? ജ്ഞാനം, വൈരാഗ്യം. അതാണ് നമുക്ക് ഭിക്ഷയായിട്ട് അമ്മ എന്ത് തരണം? നമ്മൾ ഭിക്ഷക്കാരായിട്ട് അമ്മയുടെ മുമ്പിൽ കൈ നീട്ടി നിൽക്കുന്ന ഓരോരുത്തരും ഭിക്ഷക്കാരാ. നമ്മൾ അമ്പലത്തിന്റെ മുമ്പിൽ കണ്ടിട്ടില്ലേ? ആ വിഗ്രഹത്തിന്റെ മുമ്പിൽ തരൂ തരൂ രണ്ട് കൈയും നീട്ടി ദീപാരാധന സമയത്ത് ഇടിച്ച് തള്ളി ആ വിഗ്രഹത്തിന്റെ മുന്നിലോട്ട് ചാടി വീണ് കൈ നീട്ടിക്കൊണ്ട് നിൽക്കും. നമ്മളെ ആരുടെ മുമ്പിലാണ് ഈ കൈ നീട്ടുന്നത്? നമ്മുടെ മുമ്പിൽ തന്നെ, നമ്മുടെ പ്രതിബിംബത്തിന്റെ മുമ്പിൽ. അന്ന് അറിയാത്ത സമയത്ത് കൈ നീട്ടി, ഇനിയും കൈ നീട്ടരുത്. എന്തിനു കൈ നീട്ടണം? ജ്ഞാന വൈരാഗ്യം. അമ്മ എനിക്ക് ജ്ഞാനം തരൂ, അതിലൂടെ എനിക്ക് വിഗതക രാഗം, എന്നിലുള്ള രാഗങ്ങള് വിഗതമായി തീരട്ടെ. കാരണം ഇതിനോടുള്ള ഈ അട്രാക്ഷൻ കൊണ്ടാണ് പിന്നെയും പിന്നെയും ചോദിക്കുന്നത് ഭൗതിക വസ്തുക്കള്. എനിക്ക് എന്ത് വേണം? എനിക്ക് അമ്മയെ വേണം, അതിനുള്ള എനിക്ക് ആ ഒരു തരൂ. അതുപോലെ വിവേകാനന്ദ സ്വാമികൾ ചോദിച്ച പോലെ ഈ ഒരു സത്യദർശനം. അപ്പൊ അവിടെ മാത്രമേ നമുക്ക് മനസ്സ് പൂർണ്ണ തൃപ്തി കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഭിക്ഷയായിട്ട് ചോദിക്കേണ്ടത് എന്താണ്? ജ്ഞാനവും വൈരാഗ്യവും. അത് അമ്മ സന്തോഷത്തോടെ തരുകയും ചെയ്യും. കാരണം അമ്മയ്ക്ക് അതാണ് ഇഷ്ടം. അമ്മ ജ്ഞാനസ്വരൂപിണിയാണ്. മനസ്സ് പൂർണ്ണ തൃപ്തി കിട്ടുന്നത് ഈ ഒരു സത്യദർശനത്തിൽ മാത്രമാണ്. ഇതിനെയാണ് നമ്മൾ ആത്മസുഖം. ഇപ്പൊ നമ്മൾ ആത്മസുഖം നാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന ഗുണത്തിനായി വരണം. അപ്പൊ നമുക്ക് ഈ ലളിതാ പരമേശ്വരിയെ ഉപാസിക്കുമ്പോൾ നമ്മൾ എന്ത് സുഖമാണോ അനുഭവിക്കുന്നത് ആ സുഖങ്ങളെല്ലാം മറ്റുള്ളവർക്കും കിട്ടണം എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വരും.
നമ്മൾ മാത്രം എന്റേത് മാത്രം, ഞാൻ മാത്രം നല്ല ഭക്ഷണം കഴിക്കും, ഞാൻ മാത്രം നല്ല വസ്ത്രം, അങ്ങനെയല്ല. എന്റെ ആത്മസുഖം എന്തൊക്കെയാണ് ഈ പറയുന്ന വിദ്യ ഉൾപ്പെടെ, നമ്മൾ ഭൗതിക വസ്തുക്കൾ മാത്രമല്ല, ഞാൻ അറിഞ്ഞ എനിക്ക് തന്ന അമ്മ തന്ന ആ ഒരു അനുഗ്രഹങ്ങളെല്ലാം എന്റെ സഹോദരനും സഹോദരിക്കും കൊടുക്കണം. അവരും നന്മയിലോട്ട്. ഇതാണ് ഈ ശരിക്കും ഗുരുപരമ്പരയുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. ഈ ഗുരുക്കന്മാര് തന്നതാണ് നമുക്കിതെല്ലാം. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മഹത്പ്യോ ഋഷിപ്യോ ഗുരുപ്യോ നമ എന്ന് പറയുന്നത്. അവർക്കൊരു തുള്ളി വെള്ളം ഒഴിക്കുന്നത്, അവർക്ക് തർപ്പണം കൊടുക്കുന്നത്, അവർക്ക് വേറെ ഒന്നും വേണ്ട, നമ്മുടെ നന്ദിപൂർവ്വമുള്ള ഒരു വാക്ക്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും ഋഷിമുനിമാർക്കും നമ്മുടെ പിതൃകടം, ആ ഓരോ ഋണങ്ങള്, അച്ഛനമ്മമാർക്ക്, ജനിപ്പിച്ചവർക്ക്, ഈ പറയുന്ന നമുക്ക് ഈ അറിവ് തന്നവർക്ക്, അവര് നമ്മുടെ ഗുരുപരമ്പരയാ. അപ്പൊ അവർക്ക് ആ ഒരു മഹത്തുക്കള്, നമ്മുടെ അഹംബോധത്തെ മഹത്താക്കി മാറ്റുന്നവര്, അവർക്കെല്ലാം നമ്മളൊന്ന് സ്മരിച്ച് ഒരു സെക്കൻഡ് നമ്മൾ എന്തിനെല്ലാം സമയം കളയുന്നു. അപ്പൊ അവരുടെ പാദപത്മങ്ങളില് ഒരു തുള്ളി ജലം സമർപ്പിക്കുമ്പോൾ എല്ലാവരും അദൃശ്യരായിട്ടിരിക്കുന്ന ഈ പ്രപഞ്ചം എന്ന് പറയും എല്ലാവരും ഉണ്ട്. സൂക്ഷ്മജീവികളുണ്ട്, നെഗറ്റീവ് വൈബ്രേഷൻസ്, അവരെല്ലാം ഉള്ള ഈ പ്രപഞ്ചത്തിലെ ഈ മഹത്തുക്കളുടെയും ഈ ഋഷിമുനിമാരുടെയും അനുഗ്രഹം നമുക്ക് കിട്ടും. കാരണം ഈ സത്യത്തെ അവരാണ് നമുക്ക് തരുന്നത്. എന്തുകൊണ്ടാ? അവർക്ക് നമ്മളോട് എല്ലാവരോടും ഉള്ള സ്നേഹം. അപ്പൊ ഈ ദേവിയെ പൂജിക്കുമ്പോൾ ആത്മസുഖം കിട്ടുമെന്ന് പറഞ്ഞാല് ഈ ഒരു ഒറ്റ, അതായത് ഈ ഭാവത്തില്, അതായത് ഈ ദേവിയെ പൂജിച്ചാൽ മാത്രമേ, ഈ ഭക്തിയുടെ തലത്തിൽ നിന്ന് മാത്രമേ നമുക്ക് ആത്മസുഖം കിട്ടുള്ളൂ. ആത്മാവിനെ അറിഞ്ഞാലേ അതാണ് സുഖം എന്ന് തിരിച്ചറിയാൻ പറ്റൂ. അത് നമ്മുടെ ദഹരാകാശാണ്, അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പൊ നമ്മുടെ ആത്മശാന്തി, നമ്മള് മരിച്ചു കഴിഞ്ഞിട്ടല്ല ആത്മശാന്തിക്ക് എന്താ പറയാ എള്ളും പൂവും ഒക്കെ കൊടുക്കേണ്ടത്. ആത്മശാന്തി പ്രപഞ്ചത്തിലിരുന്ന് ഈ ശരീരമാകുന്ന ഉപാധിയിലൂടെ നമ്മൾ അറിയണം. അപ്പോ ഈ ഒരു ബ്രഹ്മവിദ്യ, അതുകൊണ്ടാണ് ഇതിനെ ഈ ഒരു ലളിതാ സഹസ്രനാമത്തിന് ഈ ദേവിയെ നമുക്ക് എന്താ പറയാ മുക്തി തരുന്നവൾ, അത് ആ ഈ ഒന്ന് ആത്മാവിനെ തരുന്നവൾ, അതുകൊണ്ടാണ് ആത്മവിദ്യ. അപ്പൊ ആത്മവിദ്യയിലൂടെ നമ്മൾ എന്ത് ആണ് മനസ്സിലാക്കുന്നത്? ബ്രഹ്മവിദ്യ. ആത്മാവ് ബ്രഹ്മത്തിന്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അത് ബ്രഹ്മവിദ്യ. ഈ ബ്രഹ്മം എന്താണ്? ഈ പ്രപഞ്ചത്തിന് അപ്പുറമായിരിക്കുന്ന പരയാണ്, ബിയോണ്ട് ആണ്. അപ്പൊ അത് പരാവിദ്യ. അപ്പോ ദേവി ആരാണ്? ആത്മവിദ്യ, ബ്രഹ്മവിദ്യ, പരാവിദ്യ, ശ്രീവിദ്യ. അപ്പൊ ദേവി സകല പുരുഷാർത്ഥങ്ങളില് അവസാനമായിരിക്കുന്ന മോക്ഷത്തെ, മുക്തിയില് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ക്രമമുക്തി നമുക്ക് വേണം. ക്രമമായിട്ട് ആഗ്രഹങ്ങളെ സാധിച്ച് 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 അവസാനം നമ്മൾ എവിടെ എത്തിച്ചേരും? ആ ഒരു എന്താ പറയാ പുരുഷാർത്ഥത്തിന്റെ അവസാനമായിരിക്കുന്ന മോക്ഷപദത്തില് എത്തിച്ചേരും എന്ന് പറഞ്ഞാൽ ദേവി എത്തിച്ചിരിക്കും. അപ്പൊ ഈ ഹിന്ദു മതത്തിൽ മാത്രമേ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ മാത്രം ഇങ്ങനെ പറഞ്ഞ് ഒരു ക്രമമുക്തി മന്ത്രത്തിലൂടെ നമുക്ക് കിട്ടുള്ളൂ. കാരണം വേറെ ഒരു എന്താ പറയാ ജാതി ഇതിലും നമുക്ക് മന്ത്രങ്ങളില്ല. മന്ത്രം മാത്രമേ മനസ്സിനെ നമുക്ക് ഒരു നിയന്ത്രിക്കാനും മനസ്സായിട്ട് തീരാനും പറ്റൂ. കാരണം എന്താ? മന്ത്രം എന്ന് പറയുന്നത് സ്പന്ദനങ്ങളാണ്. അപ്പൊ മനസ്സെന്ന് പറയുന്നത് എന്താ? കുറെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു ജഡത്തിന് ചിന്തകളുണ്ടോ? ഇല്ലല്ലോ. ജഡം ഇങ്ങനെ മരിച്ചു കിടക്കുമ്പോൾ താഴെ അതുപോലെ കിടക്കും. പക്ഷെ എന്താ? അവിടെ വായുവില്ല, പ്രാണനില്ല, ചിന്തകളില്ല. അപ്പൊ ഈ പ്രാണനും മനസ്സും, സൂക്ഷ്മമായിരിക്കുന്ന പ്രാണനെ മനസ്സെന്നും സ്ഥൂലമായിരിക്കുന്ന അകത്തോട്ടും പുറത്തോട്ടും പോകുന്നതിനെ നമ്മൾ പ്രാണൻ എന്നും പറയും. അപ്പൊ പ്രാണനും മനസ്സും രണ്ടല്ല. പ്രാണൻ ഉണ്ടെങ്കിലേ മനസ്സുള്ളൂ, മനസ്സുണ്ടെങ്കിലേ പ്രാണനുള്ളൂ. പ്രാണൻ എന്ന് പറയുന്നത് 21,600 പ്രാവശ്യം നമ്മൾ അകത്തോട്ടും പുറത്തോട്ടും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ അതുപോലെ തന്നെ അത്രയും വിക്ഷുബ്ധമായിരിക്കുന്ന മനസ്സും. മനസ്സെന്ന് പറയുന്ന ചിന്തകളുടെ ഒരു പ്രവാഹമാണ്. അപ്പൊ ഈ മനസ്സ് എന്ന് പറയുന്നതിനകത്ത് നമുക്ക് എത്തിച്ചേരണമെങ്കിൽ എന്തിലൂടെ പറ്റുള്ളൂ? ഈ ചെറിയ സ്പന്ദനങ്ങളിലൂടെ, മന്ത്രത്തിലൂടെ മാത്രമേ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റൂ. അപ്പൊ ജപിക്കുന്നവനെ മനനാൽ ത്രായതേ ഇതി മന്ത്രം. അപ്പൊ ജപിക്കുന്നവനെ രക്ഷിക്കുന്നത്, മനനം കൊണ്ട് രക്ഷ നേടാൻ പറ്റുന്നതാണ് മന്ത്രം. അപ്പൊ ഇതൊരു ശബ്ദശാസ്ത്രമാണ്. ഈ ശബ്ദത്തിന്റെ ശക്തി നമുക്കറിയാം. ബിഗ് ബാങ് തിയറിയൊക്കെ അറിയാം. ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? ഒരു വലിയ വിസ്ഫോടനത്തിലൂടെ ആ ഒരു ബിന്ദു അവിടെ ഇങ്ങനെ വളരെ എന്താ പറയാ സാന്ദ്രമായിരിക്കുന്ന ബിന്ദു പൊട്ടിത്തെറിക്കുകയും പല കഷ്ണങ്ങളായിട്ട് വീഴുകയും ആ ഒരു കാളി സ്വരൂപം, ഒരു ഇരുട്ട് എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ എന്താ പറയാ ബ്ലാക്ക് മാറ്റർ എന്നൊക്കെ പറയാം. ബ്ലാക്ക് മാറ്റർ എന്നൊന്നും പറഞ്ഞൊന്നില്ല. അവിടെ മുഴുവനും ചൈതന്യം മാത്രമേ ഉള്ളൂ. ആ ചൈതന്യത്തിന്റെ ഒരു ഭാഗം സാന്ദ്രീഭൂതമായിട്ട് അവിടെ നിന്ന് പൊട്ടിത്തെറിച്ച് ആ ഒരു
അത് അത്യധിഷ്ഠ ദശാങ്കുലം 90% അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ആ ഒരു ബ്ലാക്ക് ഹോൾ അല്ലെങ്കിൽ എനർജി അവിടെ നിന്ന് വളരെ കുറച്ച് ഭാഗം, ഒരു 10% പൊട്ടിത്തെറിച്ച് പ്രപഞ്ചമായിട്ട് തീർന്നു. ഈ പൊട്ടിത്തെറിച്ച് എന്തായിട്ട് തീർന്നു? നമ്മൾ വിഷ്ണുവിന്റെ ഭാഗങ്ങളായിട്ട് പുഴകള്, കടലുകള്, കുന്നുകള്, പർവ്വതങ്ങള്, ഈ പറയുന്ന എന്താ പറയാ വൃക്ഷങ്ങള് എല്ലാം ഇതിൽ നിന്നുണ്ടായി എന്ന് നമ്മൾ വിഷ്ണു പുരാണമൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഈ ഒരു എന്താ പറയാ ശബ്ദത്തിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത്. ഈ ശബ്ദം എന്തായിരുന്നു? ആദി ശബ്ദം, പഞ്ചമഹാബീജങ്ങള് അതിനു മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം എന്താ? ഈ ശബ്ദ ലയനം എല്ലാം എവിടെ? ബ്രഹ്മത്തിനകത്ത് സ്പന്ദനങ്ങൾ ഉണ്ടായിരുന്നു. ആ സ്പന്ദനങ്ങളൊന്നും പ്രകടീകൃതമായിരുന്നില്ല. അപ്പൊ അതിനെ എന്താ പറയാ ശാന്തമായിട്ട്, നിർവികാരമായിട്ട്, നിഷ്പ്രപഞ്ചമായിട്ടിരുന്ന സമയത്ത് ഇത് എന്താ നമുക്ക് പുറത്തൊന്നും കാണാൻ പറ്റിയില്ല. ഇത് പുറത്ത് ഭാസിക്കുക, ആഭാസം എന്ന് പറഞ്ഞാൽ പ്രകടീകൃതമാവുന്ന സമയത്ത് പ്രകടമാവണമെങ്കിൽ എന്ത് വേണം? എന്ത് കൊണ്ടാണെങ്കിലും ഒരു ശക്തി വേണം. ആ ശക്തി കൊണ്ടാണ് ഈ ബ്രഹ്മം അവിടെ നിന്ന് ഇങ്ങനെ പൊട്ടിത്തെറിച്ചു എന്ന് പറയുന്നത്. ആ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം അത് നാദത്തിലൂടെയാണ്. അപ്പൊ ആദ്യം നമ്മൾ എന്താ ഒരു ബിന്ദു, സാന്ദ്രമായിട്ടുള്ള അവസ്ഥ അവിടെ നിന്ന് പൊട്ടിത്തെറിക്കുന്നത് നാദത്തിലൂടെയാണ്. ആ നാദത്തെ നമ്മൾ പ്രണവം എന്ന് പറയുന്നു. ആ പ്രണവ മന്ത്രത്തെയാണ് ഓംകാരം. ഏത് മന്ത്രവും ഏത് കാര്യം ജപിക്കുമ്പോഴും ഓം ഇത്യേകാക്ഷരം ബ്രഹ്മ, ഈ ഓം എന്ന് പറയുന്ന ഏക അക്ഷരമാണ് ബ്രഹ്മസ്വരൂപം. അതിൽ നിന്നാണ് ബാക്കി എല്ലാം വന്നിരിക്കുന്നത്. ഈ പഞ്ചമഹാബീജങ്ങൾ എന്ന് പറയുന്ന 5 ബീജങ്ങള് ഈ ശിവനും ശക്തിയുമായിട്ടിരിക്കുന്ന ഈ ഓംകാരത്തിന് മുമ്പുള്ള 5 ബീജങ്ങള് നേരത്തെ തന്നെ ശിവനില് ഇല്ലെങ്കിൽ ഈ പരബ്രഹ്മ ചൈതന്യത്തില് ലീനമായിരുന്നു. അതിനെയാണ് പഞ്ചമഹാബീജങ്ങൾ എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഈംകാരത്തിലൂടെ ആ ഒരു എന്താ പറയാ ഐം ക്ലീം സൗഹു അങ്ങനെയൊക്കെ പറയുന്ന ആ ഒരു അകത്തിരിക്കുന്ന ബീജങ്ങളെയാണ് മഹാബീജങ്ങൾ എന്ന് പറയുന്നത്. അതിങ്ങനെ വന്ന് അത് ഓം എന്ന് പറഞ്ഞിട്ട് ആ ഓമാണ് അകാര ഉകാര മകാരങ്ങള്. അത് സൃഷ്ടി സ്ഥിതി സംഹാരമായിട്ട് തീർന്നു. അതിന്റെ ഒരു ചന്ദ്രക്കലയും ഒരു ബിന്ദു. അപ്പൊ അതിനെ നമ്മൾ തുരീയ അവസ്ഥ എന്ന് പറയണു. അപ്പൊ ഈ എല്ലാം ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരിക്കുന്ന എല്ലാത്തിനും നാമങ്ങൾ ഉള്ളതുപോലെ ഈ സ്പന്ദനങ്ങളും ഉണ്ട്. അപ്പൊ നാദത്തിനെല്ലാം എന്താ? നമ്മൾ ഇന്നിപ്പോ ഒരു പാട്ട് കേൾക്കുന്നു, നമുക്കൊരു ECG എടുക്കുന്നു, അതൊരു മെഷീനിൽ നോക്കിക്കഴിഞ്ഞാൽ പല തരംഗങ്ങളായിട്ട് പോകുന്ന കാണാം. ഈ സ്പന്ദനം എന്ന് പറയുന്നത് പ്രപഞ്ചം എപ്പോഴുണ്ടോ ഈ സ്പന്ദനം നിലനിൽക്കും. എപ്പോഴാണോ പ്രപഞ്ചം തിരിച്ചു ലയിക്കുന്നത് അപ്പോൾ മാത്രമേ സ്പന്ദനം അവസാനിക്കുകയുള്ളൂ. അപ്പൊ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താ? ലാസ്യ നടനം, ഇല്ലെങ്കിൽ ശിവന്റെ താണ്ഡവം എന്നൊക്കെ നമ്മൾ പറയില്ലേ? അപ്പൊ ദേവിയുടെ ലാസ്യം, ശിവന്റെ താണ്ഡവം, ഇതെല്ലാം തന്നെ എന്താ? ഇത് ഋതമാണ്, ശബ്ദമാണ്. അപ്പൊ ശബ്ദം എന്ന് പറഞ്ഞാല് അതിനെയാണ് നമ്മൾ മന്ത്രം. ഈ 51 അക്ഷരങ്ങളും ഈ പറഞ്ഞ സൃഷ്ടി സ്ഥിതി സംഹാര സ്വരൂപമായിരിക്കുന്ന പ്രണവത്തിൽ നിന്ന് അകാരാദി ക്ഷകാരാന്ത അക്ഷരങ്ങൾ ഉണ്ടായി വർണ്ണരൂപമായിട്ട് തീർന്നു. വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാല് അക്ഷരസ്വരൂപം. 16 സ്വരാക്ഷരങ്ങളും 36 വ്യഞ്ജനാക്ഷരങ്ങളും ചേർന്ന 51 അക്ഷരാളി. 51 അക്ഷരങ്ങൾ, അതിൽ ഒരു അക്ഷരം മറഞ്ഞിരിക്കുന്നു. ഈ അക്ഷരങ്ങളിലൂടെ, ഇതിനെയാണ് അക്ഷരബ്രഹ്മം എന്ന് പറയുന്നത്. ആ ഇതിന് ഓരോ അക്ഷരത്തിന്റെ പുറകിലും ഓരോ ശക്തി സ്പന്ദനങ്ങളുണ്ട്. അത് ഓരോ ദേവതമാരാണ്, അതിന് രൂപവുമുണ്ട്. അപ്പൊ നമ്മള് എന്തിനെയാണ് മനസ്സിനെ നിയന്ത്രിക്കാൻ ഈ പറയുന്ന എന്താ പറയുക നമുക്ക് കാണാൻ പറ്റാത്ത ചിന്തകളാകുന്ന ഒരു പ്രവാഹം, അതിനെ ഒന്ന് നിയന്ത്രിച്ച് അതിനെ ഒന്ന് ചാനലൈസ് ചെയ്യണമെങ്കിൽ എന്താ വേണ്ട? മന്ത്രം. അപ്പൊ ഈ ശബ്ദശാസ്ത്രത്തിന്റെ ശക്തി അതാണ് ഈ ലളിതാ സഹസ്രനാമം മന്ത്രമാലയാണെന്ന് പറയാൻ കാരണം ഈ 1000 നാമങ്ങള് ഒരു മാലയിൽ കോർത്തിണക്കിയ ശിവന്റെയും ശക്തിയും ചേർന്ന തുടക്കം ദേവിയും അവസാനം ശിവനും. ഈ 2 മാല 2 സൈഡും കോർത്ത് കെട്ടണം നമ്മള്. കാരണം തുടക്കവും ഒടുക്കവുമാണ് ഇല്ലേ? തുടക്കം എവിടെ, ഒടുക്കം എവിടെ? ശരിക്കും നമ്മളിത് ദേവിയെ പഠിച്ചു വരുമ്പോൾ അനലൈസ് ചെയ്യാൻ പോയിട്ട് ചിന്തിക്കാൻ പോലും നമ്മളെ കൊണ്ട് പറ്റില്ല. പക്ഷെ അമ്മയെ മനസ്സിലാക്കി വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണു തുടക്കം അമ്മയിൽ നിന്നാണെങ്കിൽ ഒടുക്കവും അമ്മയിൽ തന്നെ. കാരണം തുടക്കം അമ്മ, മായിൽ തുടങ്ങി അവസാനം കായിൽ അവസാനിച്ചു ശിവനില്. അപ്പൊ എവിടെ പോയി? ഈ മാല പൂർത്തീകരിക്കുകയാണ് നമ്മള്. ആ 990 ആ ശിവശക്തി ഐക്യ രൂപിണി ലളിതാംബികായില് മായിൽ തുടങ്ങി ഈ മാല നമ്മൾ കെട്ടി പൂർത്തീകരിക്കുകയാണ്. നമ്മുടെ യാത്ര, ഈ പ്രപഞ്ച യാത്ര അമ്മയിൽ തുടങ്ങി ശിവനിൽ തീരണം. അതാണ് ഈ 999 മന്ത്രങ്ങള്. ഈ മന്ത്രങ്ങള് നമ്മുടെ മനസ്സിൻ്റെതായിട്ട് തീരണം. മനസ്സിനെ
മനനം ചെയ്തുകൊണ്ട് ജപിക്കുന്നവനെ രക്ഷിക്കുന്നതാണ് മന്ത്രം, അല്ലെ? മനനാൽ ത്രായതേ ഇതി മന്ത്രം. ഈ ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ ലളിതാ സഹസ്രനാമമാകുന്ന ഈ മുത്തുക്കള് ജപിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്താവും? അമ്മ എന്ന് പറയുന്ന പ്രകൃതിയിൽ നിന്ന് നമ്മള് അച്ഛനാകുന്ന ശിവനിൽ ചെന്നിട്ട് അവിടെ നമുക്ക് എന്താ? അവിടെയാണ് ശാന്ത്യാതീത കലാത്മിക, കലകളൊന്നുമില്ലാത്ത ആ 16ാമത്തെ കലയായിട്ടിരിക്കുന്ന, പൂർണ്ണമായിട്ടിരിക്കുന്ന ശിവശക്തി ഐക്യ രൂപത്തില് ഒരു ഉപാസകൻ അവന്റെ മനനശക്തി കൊണ്ട്, അതിലുള്ള ശ്രദ്ധ കൊണ്ട്, ഉപാസന ബലം കൊണ്ട് ഈ മന്ത്രത്തെ ജപിച്ച് തീർച്ചയായിട്ടും ഈ 1000 നാമങ്ങൾ എത്തിക്കാമെന്ന് ഈ സൗഭാഗ്യ ഭാസ്കരം എടുത്തെടുത്ത് പറയണം. കാരണം ഉപാസകന്റെ ലക്ഷ്യം അമ്മയാണെങ്കിൽ ആ അമ്മ തന്നെ ഈ ഒരു 999, അതുകൊണ്ടാണ് ഞാനത് എഴുതണമെന്ന് പറയുന്നത്. കാരണം ലിഖിത ജപമാണ് ഏറ്റവും ഉയർന്നത്. നമ്മൾ എഴുതുമ്പോൾ അത് നമ്മുടെ മനസ്സിന്റെ ആ എഴുതിയിട്ടത് മനസ്സിലായിരിക്കും. അപ്പൊ നമ്മളെ രക്ഷിക്കാൻ ഈ ഒരു ഏതെങ്കിലും ഒരു നാമം, നമ്മൾ അവസാനം എവിടെയാണോ നമ്മുടെ ജീവൻ ശരീരത്തിൽ നിന്ന് പോകുന്നത്, ഒരു നാമം അമ്മയുടേത് എടുത്ത് നമ്മുടെ ഉള്ളിൽ ഓർത്ത് പറയാൻ പറ്റുമെങ്കിൽ അത് തന്നെ അമ്മയുടെ ധാമത്തിൽ നമ്മളെ എത്തിക്കും. കാരണം ഓരോന്ന് മനസ്സിന്റെ തലമാണിത്. കാരണം മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഇതില് ഈ പറഞ്ഞ അഹങ്കാരം എന്ന് പറയുന്ന അഹം ഈ പറഞ്ഞ പ്രപഞ്ച ഉൽപ്പത്തി സമയത്ത് ആ മഹത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് അഹം. മഹത്താണ് അഹമായിട്ട് മാറുന്നത്, അഹം മഹത്തായിട്ടും തീരും. അപ്പൊ ഈ ബിന്ദുവിൽ നിന്ന് നാദത്തിലൂടെ, ഈ നാദസ്വരൂപിണിയായിരിക്കുന്ന അമ്മയിലൂടെ സദാ ഈ മന്ത്രങ്ങൾ ജപിച്ച് നമുക്ക് തിരിച്ച് നമ്മുടെ യാത്ര എവിടെ തുടങ്ങിയോ അവിടെ പൂർത്തീകരിക്കുക. അതാണ് അമ്മയുടെ കഴുത്തിലിടുന്ന മാല പൂർണ്ണമായിട്ട് കെട്ടി ആ മേരു 108 മണികളുള്ള മാലയില് അതിന്റെ മേരുദണ്ഡം എന്ന് പറയും. അതിന്റെ ഏറ്റവും അവസാനമായിരിക്കുന്ന 108ാമതിരിക്കുന്ന മണി, ആ മണി അതിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ എവിടെയാണ്? ശരിക്കും മണിദ്വീപത്തിലെത്താം. നമ്മുടെ ഈ യാത്ര കറക്റ്റായിട്ട് ആ ഒരു ശ്രദ്ധയോടുകൂടി, സമർപ്പണത്തോടുകൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ഈ നാമം പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ലളിതാ പരമേശ്വരി ഉപാസ്യ ദേവത ആണെങ്കിൽ ഓരോരുത്തർക്കും ആ ധാമത്തിൽ എത്തിച്ചേരാൻ പറ്റും. ഇതാണ് വേറൊരു രഹസ്യം. അതുകൊണ്ടാണ് ഇതിനെ മന്ത്രമാല എന്ന് പറയുന്നത്. അപ്പോ ഈ എന്ത് ചെയ്യണം? ഈ ഒരു മന്ത്രമാലയെ ജപിക്കുമ്പോൾ നമ്മള് ഈ ഒരു മമത്വം, ഈ മാല എന്ന് മന്ത്രം എന്ന് പറയുന്നതിന് വേറൊരു കാര്യം, ഒരു അർത്ഥം കൂടെ ഉണ്ട് ലളിതാ സഹസ്രനാമത്തിൽ. അത് വെളിയിൽ ആരും പറയാനില്ല, തന്ത്രശാസ്ത്രം പറയുന്നു. മമത്വത്തെ മാറ്റുക, മത്വം. മന്ത്രം എന്ന് പറഞ്ഞാല് നമുക്കൊരു എന്താ പറയുക, ഒരു ടെക്നിക്കാണ് മന്ത്രം. കാരണം എന്താ? നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കാൻ, മത്വത്തെ മാറ്റാൻ, അതായത് മമത്വത്തെ മാറ്റാൻ. ആ ഒരു ശരിക്കും പറഞ്ഞ അവിദ്യ മനനം കൊണ്ട് നമുക്കൊരു മന്ദതയുണ്ട്. നമ്മളെല്ലാം ഈ പ്രപഞ്ചവുമായിട്ട് ഒരു ആലസ്യം, അല്ലെ? ആ ഒരു അതിനെ നമ്മള് എന്താ പറയുക, തമോ ഗുണം എന്നൊക്കെ പറയും. ആ ആലസ്യത്തെ മാറ്റി നമ്മളെ അലേർട്ടാക്കി, നമ്മൾ ഏത് ഉപാസനയിലാണോ ഇരിക്കുന്നത് അതിൽ നമ്മൾ ശുദ്ധതയോടുകൂടി ഇരുത്തുന്നതാണ് ഈ മന്ത്രം, ഈ മന്ത്രസ്പന്ദനം. അപ്പൊ നമ്മൾ ഈ ഊർജം മനസ്സിനെ എപ്പോഴും ബാഹ്യമായിരിക്കുന്ന വസ്തുക്കളിൽ പ്രയോഗിക്കുമ്പോൾ മനസ്സ് കൂടുതൽ ജഡമായിട്ട് തീരും. അതേസമയം ഈ മന്ത്രമാണ് ജപിക്കുന്നെങ്കിലോ കൂടുതൽ ചൈതന്യവത്തായിട്ട് തീരും. അപ്പൊ ഈ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്ന മാലാമന്ത്രത്തില് ഉപാസ്യ ദേവതയുടെ ആ മന്ത്രം ജപിക്കുമ്പോ എന്താ? നമ്മുടെ മമത്വം, നമ്മൾ ഈ പറഞ്ഞ എന്താ പറയുക, ദേവി മഹാത്മ്യം എന്ന് പറയുന്നത് ലളിതാ സഹസ്രനാമത്തിന്റെ വെറും 2 നാമത്തിന്റെ എക്സ്പാൻഷൻ ആണെന്ന് പറയും. എന്താണ്? മമത്വം, ഇല്ലേ? ആ മമകാരം. അതുകൊണ്ട് അവിടെ നമുക്കറിയാം ഈ സുരതനും സമാധിയും ഒക്കെ എന്തിനാ ഈ കാട്ടിൽ വന്ന് കിടന്നത്? അവർക്ക് എന്തുകൊണ്ട് അവരുടെ രാജ്യത്തിൽ നിന്ന് അവര് നിഷ്കാഷിതരായി? അവരെ ആര് പറഞ്ഞു വിട്ടു? അവർക്ക് മമത്വം കൊണ്ട്, ഇല്ലേ? സുരഥനും അതെ, സമാധിയും അതെ, ഈ വൈശ്യനും അതെ, രാജാവും അതെ. രാജാവിന് കുറ്റബോധം, വിഷമം, അവിടുത്തെ എല്ലാരും പുറത്താക്കി. എന്നിട്ട് കാട്ടിൽ ചെന്നിട്ട് മമത്വം. വൈശ്യനും അതുപോലെ. വൈശ്യന്റെ ധനമെല്ലാം കഴിഞ്ഞു, അയാളുടെ ആവശ്യം കഴിഞ്ഞു, പ്രായമായപ്പോ അയാളെയും പറഞ്ഞു വിട്ടു. അപ്പൊ ഈ 2 പേർക്കും കാട്ടിൽ ചെന്നിട്ട് എന്താണോ അവരുടെ മനസ്സിനെ മഥിച്ചു കൊണ്ടിരുന്നത്? മമത്വം. അപ്പൊ ഈ മമത്വം, ഈ മമകാരം ഇല്ലാതാക്കുന്ന ഏക വസ്തുവാണ് മന്ത്രം. ആ മന്ത്രം കൊണ്ട് നമ്മൾ അപ്പൊ അവിടെ എന്താ ഈ ദേവി കൊടുത്തത് അവർക്ക്? ഈ ദേവീ സൂക്തം, ഇല്ലേ? ആ മമകാരത്തെ ഇല്ലാതാക്കാൻ അവര് ദേവീ സൂക്തം ജപിച്ച് അവര് ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായി. അതുപോലെ നമ്മളും എന്തിലൊക്കെയാണോ നമ്മുടെ മനസ്സ് മമത്വത്തിലിരിക്കുന്നത്, ഈ മന്ത്രം കൊണ്ട്, ഈ ലളിതാ ത്രിപുരസുന്ദരിയുടെ മഹാമന്ത്രം, ഈ അഹംബോധത്തെ മഹത്താക്കി തീരുന്ന ആ ഒരു മന്ത്രം കൊണ്ട് ഈ മമകാരത്തെ ഇല്ലാതാക്കി നമ്മൾ എന്ത് ചെയ്യണം? അവിദ്യ ഇല്ലാതാക്കണം, മനനം കൊണ്ട് തരണം ചെയ്യണം.
അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ സാധാരണഗതിയില് വേദങ്ങൾ പറയുമ്പോഴും തന്ത്രശാസ്ത്രം പറയുമ്പോഴും രണ്ടെണ്ണം പറയണ്ട. സത്യം വദിഷ്യാമി, ഋതം വദിഷ്യാമി എന്ന് പറയും ഇല്ലേ? മന്ത്രങ്ങൾക്കെല്ലാം രണ്ട് കാര്യങ്ങളുണ്ട്. സത്യം എന്ന് പറയുന്നത് എന്താ? സത്യം നമ്മൾ കാണപ്പെടുന്നതാണ്. നമ്മൾ എന്ത് കണ്ണുകൊണ്ട് കാണുന്നോ അതിനെ നമുക്ക് സത്യം എന്ന് പറയാം. അപ്പൊ പറയാം, എന്റെ കണ്ണുകൊണ്ട് കണ്ടത് ഞാൻ വിശ്വസിക്കാണ്ടിരിക്കില്ല, എന്റെ കണ്ണ് സത്യമാണ് പറയണത് എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ? അപ്പൊ കാണപ്പെടുന്നതെല്ലാം സത്യം. ഋതം എന്ന് പറഞ്ഞാൽ എന്താ? ഋതം എന്ന് പറഞ്ഞാൽ കാണാത്തത്. പക്ഷെ നമുക്കറിയാം അത് ഉണ്ടെന്ന്. നമുക്ക് പ്രാണനുണ്ടെന്ന് നമുക്കറിയാം. നമ്മുടെ ശരീരത്തിൽ എന്തോ പ്രവർത്തിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. നമ്മൾ മരിച്ചു എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ ശരീരം പോയി എന്ന് പറയുന്നത്, നമ്മൾ മൃതമായി എന്ന് പറയുന്നത് എന്തോ ശരീരത്തിൽ നിന്ന് പോകുന്നുണ്ടെന്ന് അറിയാം. നമ്മുടെ ഫ്രിഡ്ജിനെ പ്രവർത്തിപ്പിക്കുന്ന, നമ്മുടെ ഫാൻ പ്രവർത്തിക്കുന്നത് അത് നമുക്കറിയാം ഇലക്ട്രിസിറ്റി കൊണ്ടാണ്. ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. ഇലക്ട്രിസിറ്റി പല നാമരൂപങ്ങളിലൂടെ വരുമ്പോൾ ഗീസറായിട്ട്, ഫ്രിഡ്ജായിട്ട്, ലൈറ്റായിട്ട് പല പല രൂപങ്ങളിൽ വരുന്നു. അതുപോലെ ഈ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു ജീവശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. ആ ജീവശക്തി പോകുമ്പോൾ നമ്മുടെ പ്രവർത്തന രഹിതമായിരിക്കുന്ന ശരീരം അവിടെ വീണു പോകും എന്ന് നമുക്കറിയാം. അപ്പൊ ഇതിനെ നമുക്ക് കാണാൻ പറ്റില്ല, ഒരിക്കലും അനുഭവിക്കാനേ പറ്റുള്ളൂ. നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ബുദ്ധിയില്, പക്ഷെ അത് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതിനെയാണ് നമ്മൾ ഋതം എന്ന് പറയുന്നത്. ഈ സത്യം വദിഷ്യാമി, സത്യം കാണുന്നതാണ്, ഋതം കാണുന്നില്ല, പക്ഷെ അത് ഉണ്ട്. അതിനെയാണ് ഈ പ്രപഞ്ചത്തിന് ചലനമുണ്ട്, ഭൂമി കറങ്ങുന്നുണ്ട്, ഇവയെല്ലാം ഋതങ്ങളാണ്. അപ്പൊ നമുക്ക് ഋതം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണപ്പെടാത്ത ഒന്നും ഉണ്ടെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ 24 മണിക്കൂറും ഭൂമി അതിന്റെ സ്വന്തം അച്ചുതണ്ടി കറങ്ങണു. ഈ പ്രപഞ്ചത്തിൽ എല്ലാ കർമ്മങ്ങളും നടക്കുന്നു. ഇതിന്റെ പിറകിലുള്ള ശക്തി ആര്? നമുക്ക് കാണുന്നില്ലേ? വൈകുന്നേരമാകണു, രാത്രിയാകണു, സൂര്യൻ പോകുന്നു, ചന്ദ്രൻ വരുന്നു, നക്ഷത്രങ്ങൾ വരുന്നു, കാറ്റ് വീശുന്നു. ഇത് നമ്മുടെ കഴിവ് കൊണ്ടാണോ വരുന്നത്? അല്ല. അപ്പൊ ഇത് ഈ പ്രവർത്തിപ്പിക്കുന്ന ശക്തി, ആ ശക്തിക്ക് ഒരു സറണ്ടർ, അതാണ് ഋതം വദിഷ്യാമി. അപ്പൊ നമ്മൾ ഋതമുണ്ട് നമുക്ക് പ്രപഞ്ചത്തോട്, നമ്മൾ ഈ കാണാത്ത ശക്തിയോട്, നമ്മളെ പ്രവർത്തിപ്പിക്കുന്നതിനോട്. അപ്പൊ ഈ ഋതം, അത് മാത്രമല്ല, ഇതിനെല്ലാം ഒരു താളവും ഉണ്ടല്ലേ? അതിനെയും ഋതം എന്ന് പറയുന്നു. ഇത് ഋതം, എന്ന് പറയുന്ന രണ്ടുണ്ട്, മറ്റത് ഋതം, RHY. അപ്പൊ അത് ഋതം, അതിനൊരു താളം, അതാണ് മന്ത്രം. അപ്പൊ ഈ മന്ത്രം കൊണ്ട് നമ്മൾ എന്തൊക്കെയാണോ കണ്ണുകൊണ്ട് കാണപ്പെടുന്നത് സത്യമാണെങ്കിൽ, നമ്മൾ ഈ ഋതം എന്ന് പറയുന്നത് കാണപ്പെടാത്ത വസ്തുക്കൾക്കുള്ള സമർപ്പണം, അതിനെയാണ് നമ്മൾ മന്ത്രം എന്ന് പറയുന്നത്. മന്ത്രത്തെ കാണാൻ പറ്റില്ല, പക്ഷെ മന്ത്രത്തിന് ദേവതയുണ്ട്. ആ ദേവതയിലൂടെ നമ്മൾ അവിടെ സമർപ്പണം ചെയ്യുക. നമുക്ക് കാണുന്നതിനെ മാത്രമേ സത്യം എന്ന് പറയാൻ പറ്റൂല, കാരണം കാണുന്നത് ഒന്നും സത്യമല്ല, അതാണ് സത്യം. ഈ ഋതമാണ് സത്യം. അപ്പൊ നമ്മള് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയുന്ന പോലെ ഈ കാണപ്പെടാത്ത വസ്തുവിന് നമുക്ക് സമർപ്പണം കൊടുക്കുന്നത് എന്തിലൂടെയാണ്? മന്ത്രത്തിലൂടെ. മന്ത്രത്തിലൂടെ മാത്രമേ അവരുടെ മന്ത്രശരീരത്തെ നമുക്ക് തൊട്ടറിയാൻ പറ്റൂ. നമുക്ക് ശരീരം ഇരിക്കുന്നതുകൊണ്ട് ഈ പറയുന്ന ട്രാൻസ്പെറന്റ് അല്ലാത്ത ഒപ്പേക്കായിരിക്കുന്ന ഈ ശരീരം എല്ലാത്തിനും തടസ്സമാണ്. നമുക്ക് കാണാൻ പറ്റില്ല, അനുഭവിക്കാനേ പറ്റുമോ, പക്ഷെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനനം ചെയ്ത് മമത്വത്തെ ഇല്ലാതാക്കി എന്ത് ചെയ്യണം? ഈ ഋതം ചെയ്യണം. നമുക്ക് ഇതിനെ സമർപ്പിക്കണം. ഏതുകൊണ്ട്? മന്ത്രം കൊണ്ട്. ഈ പ്രപഞ്ച സൃഷ്ടിയിലിരിക്കുന്ന 33 കോടി ദേവകള് എല്ലാവർക്കും നമ്മള് ഋതമുണ്ട്, നമുക്ക് അവർക്ക് സമർപ്പണമുണ്ട്. ഈ ഏതിലൂടെ നമുക്കത് കൊടുക്കാൻ പറ്റൂ? മന്ത്രത്തിലൂടെ. അപ്പൊ ഏറ്റവും വലിയ മന്ത്രം ഏതെന്ന് ചോദിച്ചാൽ പ്രണവ മന്ത്രം, ഓംകാരം. അതുകൊണ്ടാണ് എല്ലാ മന്ത്രത്തിന്റെ മുമ്പിലും പ്രണവം ചേർക്കുന്നത്. കാരണം ഈ കാണപ്പെടുന്നത് എല്ലാം ഈ ശിവനാണ്. ഈ ശക്തിയിലൂടെ ഈ പ്രപഞ്ചം, ഈ വിശ്വമായിട്ട് തീരുന്നത്. ഈ നാദങ്ങളെല്ലാം തന്നെ എന്താ? ആ സോഴ്സില്, ആ ഒരു യഥാർത്ഥത്തിൽ എന്താണ്? പ്രണവമാണ്, ഓംകാരമാണ്. ഓംകാരം എന്ന് പറയുന്നത് ബ്രഹ്മമാണ്, ബ്രഹ്മത്തിന്റെ ശബ്ദമാണ്. ആ ശബ്ദ തരംഗങ്ങളാണ് നമ്മളെ നിലനിർത്തുന്നത്. അപ്പൊ ശരീരം എന്ന് പറയുന്നത് താളം, അതായത് പ്രപഞ്ചതാളം, ശരീരതാളം, ഇത് രണ്ടും തമ്മിൽ വളരെ പാരസ്പര്യമുണ്ട്. നമ്മൾ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെടുന്നത് ഈ നാദത്തിലൂടെയാണ്. അപ്പൊ നമുക്ക് ഏറ്റവും ഉയർന്ന തലം ഏതാണെന്ന് ചോദിച്ചാൽ മന്ത്രം. ആ മന്ത്ര സ്വരൂപത്തിൽ മാത്രമേ നമുക്ക് ദേവതയുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ കിട്ടുള്ളൂ. അപ്പൊ മനസ്സിനെ നിയന്ത്രിക്കുന്നത് അശ്വാരൂഢയെ പോലെ, ആ ഒരു പടക്കുതിരയെ പോലെ 5 ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് സഞ്ചരിക്കുന്ന ആ ഒരു
അശ്വങ്ങളെ നിയന്ത്രിക്കാൻ അശ്വാരൂഢയായിരിക്കുന്ന അമ്മയെ നമ്മൾ അവിടെ ഇരുത്തണം. അത് മന്ത്രത്തിന് മാത്രമേ അതിനുള്ള കഴിവുള്ളൂ. കാരണം ഏത് മന്ത്രം ജപിച്ചാലും നമ്മൾ എത്തുന്നത് പ്രണവ മന്ത്രത്തിലാണ്. അകാര ഉകാരം അകാരങ്ങളാകുന്ന ബ്രഹ്മമാണ് ഈ 51 അക്ഷരങ്ങളായിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അകാരാന്ത ക്ഷകാരാന്ത സ്വരൂപിണിയെ നമാന്ന് നമ്മൾ പറയുന്നത്. അമ്മയുടെ 51 അക്ഷരങ്ങൾ 51 മന്ത്രങ്ങളാണ്. ഈ മന്ത്രത്തിന് ഒരിക്കലും നാശമില്ല, അക്ഷരങ്ങൾക്ക് നാശമില്ല. പ്രപഞ്ചത്തിൽ എന്നും നമ്മുടെ വാക്കുകൾ നിലനിൽക്കും. ആ വാക്കുകൾക്കനുസരിച്ച് ജന്മങ്ങൾ കിട്ടും. ഓരോന്നും നമ്മൾ ചുമ്മാ വഴി കൂടെ പോയ ഒരാൾ നമ്മളെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതോ ജന്മത്തിൽ ആ വാക്കുകൾ അവിടെ അവർക്ക് കൊടുത്തിരുന്നു. അപ്പൊ എല്ലാം നമ്മുടെ എന്ത് എറിയുന്നോ അത് തിരിച്ചു വരും. ഫോർ എവറി ആക്ഷൻ അല്ലെ, നമ്മുടെ ആ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, കൂടുതലും ഇല്ല കുറവും ഇല്ല. അപ്പൊ ഇതിന്റെ ഉത്തരം ഇനി ചോദിച്ചേക്കരുത്. കാരണം എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ വന്നു, നമ്മൾ കൊടുത്തു, നമുക്ക് കിട്ടി. അപ്പൊ ഈ കിട്ടിയത് ഇനി എന്ത് ചെയ്യണം, നമ്മൾ തിരിച്ചു വിടണം, ചാനലൈസ് ചെയ്യണം. കാരണം നമ്മൾ ഉപാസകരാണ്. ആരുടെ? പ്രപഞ്ചേശ്വരിയായിരിക്കണം അമ്മയുടെ, ലളിതാ പരമേശ്വരിയുടെ ഉപാസകര്. നല്ല വാക്കുകൾ, നമുക്ക് ഋതമുണ്ട്. ആ ഒരു സത്യം വദിഷ്യാമി, എല്ലാത്തിന്റെയും അവസാനം വേദമന്ത്രങ്ങൾ പറയണു, ഞാൻ സത്യം പറയുന്നു, സത്യം ചെയ്യാം, ഋതം വദിഷ്യാമി. രണ്ട്, നമ്മൾക്ക് ഈ ഒരു കാണാത്ത വസ്തുവിനോട് ഒരു സമർപ്പണമുണ്ട്. അതാണ് മന്ത്രത്തിലൂടെ നമ്മൾ സമർപ്പിക്കുന്നത്. നമുക്കത് കുറച്ചും കൂടെ ഇതിനെ എന്താ പറയാ, ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാലേ ഈ ലളിതാ സഹസ്രനാമത്തിന്റെ 1000 മന്ത്രങ്ങള് നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളാണ് ഇനി ഇതിന്റെ കൂടെ ചേർത്ത് പറയാൻ പോകുന്നത്. കാരണം ഈ സപ്തധാതുക്കളായിരിക്കുന്ന, മനസ്സായിരിക്കുന്ന എല്ലാം ഈ ശബ്ദ തരംഗങ്ങളാണ്. അപ്പൊ ഇതിനകത്ത് ഡാകിനി, ലാകിനി, ശാകിനി, സപ്തധാതുക്കള്, സപ്തമന്ത്രങ്ങള് എല്ലാം നമ്മുടെ ശരീരത്തിൽ ഇരിക്കുക. ഇത് ഓരോന്നും ജപിക്കുമ്പോൾ, അതുകൊണ്ടാണ് ലളിതാ സഹസ്രനാമം ഓടി നടന്ന് ജപിക്കരുത്. ഒരിടത്തിരുന്ന് ഒരു 20 മിനിറ്റെങ്കിലും എടുത്ത് വ്യക്തമായിട്ട് മനസ്സിൽ പറഞ്ഞ് ജപിച്ചു പോവുക. അത് നമ്മുടെ ശരീരത്തിൽ തരംഗങ്ങൾ ഉണ്ടാക്കും, പ്രത്യേകിച്ച് പഞ്ചദശി ജപിക്കുന്ന ശരീരങ്ങളിൽ. അപ്പൊ ഈ ദേവി ആവിർഭൂതയായി നമ്മുടെ ഉള്ളിലെ ചിദഗ്നി കുണ്ടത്തിൽ തന്നെ വന്ന് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ദേവന്മാരെ, ഇന്ദ്രിയങ്ങളെ, നമ്മുടെ പോസിറ്റീവ്നെസ്സിനെ സംരക്ഷിക്കാൻ അമ്മ സദാ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. കാരണം ഇല്ലേ നമ്മൾ അസുരന്മാരുടെ പിടിയിൽ പെട്ടുപോകും. അപ്പൊ ദേവി നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. നാളെ നമുക്കിത് വീണ്ടും ബാക്കി കാണാം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.